സൈക്കോളജിക്കൽ ഡിസോർഡറിനെ കുറിച്ചാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. BPCC 133. നമ്മൾ തുടങ്ങിയത് എന്താണ് സൈക്കോളജിക്കൽ ഡിസോർഡർ, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്. സൈക്കോളജിക്കൽ ഡിസോർഡർ തുടങ്ങിയത് ഒരു മാനസിക രോഗം എന്ന് പറയുന്നത് നമ്മുടെ ചിന്താഗതിയിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു സമീപനമാണ് ഇപ്പം നമ്മൾ സ്വീകരിച്ചത്. പണ്ട് തുടങ്ങിയത് ഭൂതപ്രേത പിശാചുക്കൾ ആണ്, അല്ലെങ്കിൽ കൂടോത്രം പോലെയുള്ള ക്ഷുദ്ര പ്രയോഗങ്ങളാണ് മനുഷ്യന് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ള ചിന്താഗതിയിലായിരുന്നു. എല്ലാ ബൈബിളാണെങ്കിലും ഖുറാനാണെങ്കിലും ഹിന്ദു ഫിലോസഫികളിലൊക്കെ ആയിരുന്നെങ്കിലും ഇതിനെക്കുറിച്ച്, മാനസിക രോഗത്തെക്കുറിച്ച് പറയുന്നത് മുഴുവൻ ഇങ്ങനെ ഭൂതപ്രേത പിശാചുക്കളുടെ ബാധ കൊണ്ടാണ്, അതല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ വ്യത്യാസങ്ങൾ കൊണ്ടാണ്, ഗ്രഹങ്ങൾ നിൽക്കുന്നത് കൊണ്ടാണ് മനുഷ്യന് മാനസിക രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള ചിന്താഗതിയിലായിരുന്നു. അപ്പം അതിന് ഒരു മാറ്റം വന്ന ഹിപ്പോക്രറ്റ്സിന്റെ കാലഘട്ടം. ഹിപ്പോക്രറ്റ്സ് ആണ് പറഞ്ഞത് ഇതങ്ങനെയല്ല, മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത് അവന്റെ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ തലച്ചോറിന്റെ സർജറിയും ഹിപ്പോക്രറ്റ്സ് ആണ് അതിനൊരു വ്യത്യാസം ഉണ്ടാക്കിയത്. സർജറി ചെയ്യുക, അല്ലെങ്കിൽ അവന്റെ മാനസിക രോഗം എന്ന് പറയുന്നത് തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്, അവന്റെ തലച്ചോറാണ് അവന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് എന്നുള്ള ഹിപ്പോക്രറ്റ്സിന്റെ കാലഘട്ടത്തിലാണ് വന്നത്. അത് കഴിഞ്ഞ് സൈക്കോളജിയുടെ ഡെവലപ്മെന്റ് വന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന് മാനസിക രോഗം ഉണ്ടാകുന്നത്, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? പാരമ്പര്യമാകാം, അവന് ശരീരത്തിലുള്ള ഹോർമോണിൻ്റെ വ്യത്യാസങ്ങളുണ്ടാകാം, തലച്ചോറിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളാകാം, ന്യൂറോൺസിൻ്റെ വ്യത്യാസങ്ങളാകാം. ന്യൂറോൺസിനെ ഡയഗ്നോസ് ചെയ്തും സൈക്കോളജി ഡിസോർഡേഴ്സിന് ഭയങ്കര ഒരു വ്യത്യസ്തമായ ഒരു സമീപനം തുടങ്ങിയതാണ്. അതുവരെ നമ്മുടെ മനസ്സെവിടെയാണ്, അങ്ങനെ തുടങ്ങിയത്. സൈക്കോളജി ഈസ് എ സ്റ്റഡി ഓഫ് സോൾ, ആത്മാവിനെ കുറിച്ചാണ്. ആത്മാവിനെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. പിന്നെ മൈൻഡ് എന്ന് പറഞ്ഞത്, മൈൻഡ് എന്ന് പറയുമ്പോൾ എവിടെയാണ് മനസ്സ്. അത് കഴിഞ്ഞപ്പോഴാണ് ഇത് വന്നിട്ട് കോൺഷ്യസ്നെസ് വന്നു. പിന്നെ 1879 വില്യം വുണ്ട് ലബോറട്ടറി, ലിസ്പിംഗ് ജർമ്മനി ഒരു ലബോറട്ടറി സ്റ്റാർട്ട് ചെയ്യുന്നു. ആ സമയത്താണ് സൈക്കോളജിക്കൽ ഒരു വ്യത്യസ്തമായ സമീപനമുണ്ട്. പിന്നെ സിഗ്മണ്ട് ഫ്രോയിഡ്, ഓഫ് കോഴ്സ് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് പിന്നെ സൈക്കോളജിക്കൽ ഒരു വ്യത്യാസം. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനലിറ്റിക് തിയറി എന്ന് പറയുന്നത് സൈക്കോളജിയിലുണ്ടായ വളരെ ഒരു മാറ്റമുണ്ടാക്കാൻ പറ്റിയ ഒരു തിയറിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ തിയറിയുടെ ഏറ്റവും കാതലായ വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് സ്റ്റേജസ്, ഓറൽ സ്റ്റേജ്, ഏനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലാറ്റൻസി പീരീഡ്, ജെനിറ്റൽ സ്റ്റേജ്. ഇദ്ദേഹം പറഞ്ഞ് ഈ സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് സ്റ്റേജസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കുട്ടികളുടെ വ്യക്തിത്വത്തിന് അവൻ്റെ ബിഹേവിയറിൽ വ്യത്യാസം ഉണ്ടാകും. അതാണ് ഫ്രോയിഡിന്റെ സിദ്ധാന്തം. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ വിശകലനം ചെയ്യാനായിട്ട് സൈക്കോ അനാലിസിസ്, സ്വപ്ന വിശകലനം എന്ന് പറഞ്ഞ പുതിയ പദ്ധതിയുമായിട്ട് സിഗ്മണ്ട് ഫ്രോയിഡ് വന്നു. സൈക്കോളജിയിലെ ചേഞ്ചിന്റെ കാലഘട്ടങ്ങളാണ്. അത് കഴിഞ്ഞ് പിന്നെ വന്ന എന്തൊക്കെയാണ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ, സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ അത് സാഹചര്യത്തിൻ്റെ ആകാം, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ളതാകാം, അല്ലെങ്കിൽ തലച്ചോറിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളാകാം എന്ന പുതിയ സിദ്ധാന്തവുമായിട്ട് വന്നു. ലേറ്റസ്റ്റ് വന്നു കഴിഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ സൈക്കോളജിക്കൽ ഡിസോർഡർ എന്ന് പറയുന്നത് മറ്റുള്ള രോഗങ്ങളെപ്പോലെ തന്നെ, ഏത് രോഗങ്ങളെപ്പോലെയും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന ഒരു രോഗമാണ് എന്നുള്ള ചിന്താഗതിയിലേക്ക് മനുഷ്യനെത്തി. പക്ഷെ ഇതിനു മുമ്പുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജിക്കൽ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ കുറെ തെറ്റിദ്ധാരണകൾക്ക് വശംവദനായിട്ടുള്ളത്. ഈ ഡിസോർഡർ എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു ഈ സൈക്കോളജിക്കൽ ഡിസോർഡറിൻ്റെ ഇതിന് വ്യക്തമായ ഒരു രൂപകൽപ്പനകൾ നമുക്ക് കൊടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ അത് ഭൂതപ്രേത പിശാചുക്കളുടെ ബാധയാണ്. അപ്പം ഒരസുഖം വന്ന, മാനസിക രോഗം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് സീഷർ, ഫിക്സ്, അപസ്മാരം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും മനുഷ്യന് ഇത് എന്തെങ്കിലും ഉള്ള മാനസിക രോഗമാണ്, ഒരു രോഗമാനത്തെക്കാരും കൂടുതൽ ഭൂതപ്രേത പിശാചുക്കൾ ബാധിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ദുഷ്കർമ്മങ്ങൾ, ക്ഷുദ്രപ്രയോഗങ്ങൾ മറ്റുള്ളവർ ചെയ്തുകൊണ്ടാണ് എന്നുള്ള ചിന്താഗതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. അപ്പം എന്ത് ഓർഡർ ഉണ്ടായി, സൈക്കോളജിക്കൽ ഡിസോർഡർ ഉണ്ടായിക്കഴിഞ്ഞാൽ, മാനസിക രോഗങ്ങൾ ഉണ്ടാക്കി, ആദ്യം നമ്മൾ സമീപിക്കുന്നത് ഇതുപോലെയുള്ള ഒന്നെങ്കിൽ ഏതെങ്കിലും പ്രീസ്റ്റിനെ, അല്ലെങ്കിൽ ഏതെങ്കിലും പൂജാരികളെ, അല്ലെങ്കിൽ അങ്ങനെ കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ ആയിരിക്കും നമ്മൾ സമീപിക്കുക. പിന്നെ നമ്മൾ ജ്യോത്സ്യന്മാരെ, കേരളത്തിലൊക്കെ പ്രത്യേകിച്ചാണ് ജ്യോത്സ്യന്മാരെയാണ് പിന്നെ കാണുക. കാരണം ജ്യോത്സ്യന്മാരാണ് തീരുമാനിക്കുന്നത് ഗ്രഹങ്ങൾ എവിടെ നിൽക്കുമ്പം. കാരണം സൈക്കോളജിയുടെ തുടക്കം തന്നെ എങ്ങനെയാണ്, ഏൻഷ്യൻ ടൈംസ്, പഴയ കാലഘട്ടങ്ങളിൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പെരുമാറ്റങ്ങൾ അവൻ്റെ ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു. അത് അസ്ട്രോളജിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ് അസ്ട്രോളജിക്കൽ, ഓരോ ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു അതനുസരിച്ച് എങ്ങനെയാണ് മനുഷ്യൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നത്. അപ്പം ആ ഒരു രീതിയിലാണ് വരുന്നത്. അതുകൊണ്ട് ഇപ്പോഴും എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ സമീപിക്കുന്നത് എന്ന് പറയുന്നത്
ഏതെങ്കിലും പൂജാരികളെയോ അല്ലെങ്കിൽ ഇതുപോലെ അസ്ട്രോളജിസ്റ്റിനെ ആയിരിക്കും, ജ്യോത്സ്യന്മാരെ ആയിരിക്കും നമ്മൾ കാണുന്നത്. എന്നിട്ട് അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആൾക്കാരെ, അതൊരു നമ്മുടെ ഇതായിരുന്നു. ഒന്ന് ക്രിമിനൽസിനെ, കുറ്റവാളികളെ, രണ്ടാമത് മാനസിക രോഗികൾ, രണ്ടുപേരെയും പൂട്ടിയിടാനൊരു നിയമം ഉണ്ടായിരുന്നു. അപ്പം ആ ട്രീറ്റ്മെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ തെറ്റിദ്ധരിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ ഏതെങ്കിലും മാനസിക രോഗം ഉണ്ടായാൽ അവനെ ഏതെങ്കിലും മുറിയിൽ പിടിച്ച് പൂട്ടിയിടുക, അല്ലെങ്കിൽ അവനെ ചേഞ്ച് ചെയ്യുക, ചങ്ങലയ്ക്കിടുക. അപ്പം അങ്ങനെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും നമ്മുടെ കേരളത്തിലെ മലയാളികളുണ്ട്, ആനയ്ക്ക് ഭ്രാന്ത് വന്നാൽ ചങ്ങലയ്ക്ക് ഇടാം, ചങ്ങലയ്ക്ക് ഭ്രാന്ത് വന്നാലോ. അപ്പോൾ എന്താ വെച്ചാൽ ഇത്രയും ഒരു രൂക്ഷമായ ചിന്താഗതിയാണ് മനുഷ്യനെ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാന്ന് വെച്ചാൽ ചങ്ങലയ്ക്കൂടെ ഭ്രാന്ത് വന്നാലോ, എന്ന് വെച്ചാൽ ഭ്രാന്ത് വന്ന ഒരു ചികിത്സ രീതിയില്ല എന്നുള്ളൊരു ചിന്താഗതി മനുഷ്യൻ്റെ മനസ്സിലുണ്ടാക്കിയിട്ടു. അപ്പോൾ ഇതുകൊണ്ട് മാനസികരോഗം എപ്പം വന്നു കഴിഞ്ഞാൽ അവനെ തുറുങ്കിൽ അടയ്ക്കുക, പൂട്ടിയിടുന്നത് എന്താ, ഇപ്പം വയലൻ്റ് ആവും. മാനസികരോഗം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യനെ ഉപദ്രവിക്കും. കാരണം ഭൂതപ്രേതങ്ങൾ വന്നിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ദേഹത്ത് അടിക്കുക, അതായത് ചൂരിലൊക്കെ കൊണ്ട് എന്തെങ്കിലും ശരീരത്തിലുള്ള ആത്മാക്കളെ ഒഴിപ്പിക്കാൻ വേണ്ടി അടിക്കുക, ഇങ്ങനെയുള്ളതാണ്. പിന്നെ ഷോക്ക് അടിപ്പിക്കുക. അത് പിന്നെ കുറച്ചുകൂടെ വന്നപ്പോഴത്തേക്കാണ് എന്ത് വന്നാലും നിന്നെ കൊണ്ട് ഷോക്ക് അടിപ്പിക്കണം, അപ്പോൾ ഷോക്ക് അടിപ്പിച്ചാൽ മാറും. അപ്പോൾ ഇതൊക്കെ കുറേ കാലഘട്ടങ്ങൾ മുമ്പുണ്ടായിരുന്ന ചികിത്സാ രീതികളാണ്. അത് കഴിഞ്ഞ് വന്നപ്പോൾ എന്തുകൊണ്ടാണ് മനസ്സുരോഗം ഉണ്ടാകുന്നത്, അതിൻ്റെ സൈക്കോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ പ്രോബ്ലംസ്. മനസ്സുരോഗം ഉണ്ടാകുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ചേഞ്ചസ് ആണ് മനസ്സുരോഗികളിൽ ഉണ്ടാകുന്നത്, അല്ലെ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടാകും. അപ്പോൾ ഏറ്റവും അതിനകത്തുള്ളതിൻ്റെ ന്യൂറോൺസിൻ്റെ കുറിച്ചുള്ള പഠനമാണ്. ന്യൂറോൺസിൻ്റെ പ്രശ്നം. അപ്പം നേഴ്സും ന്യൂറോളജിയും തമ്മിൽ എപ്പോഴും വ്യത്യാസപ്പെടുന്നു. ന്യൂറോളജിക്കൽ പ്രോബ്ലം എന്നൊക്കെ ബ്രെയിനകത്തുണ്ടാകും. നേഴ്സിൻ്റെ പ്രശ്നമാണ് നമ്മൾ ഞരമ്പുകൾ കിട്ടുന്നത്. അപ്പം മാനസിക രോഗികളെ ഞരമ്പ് രോഗികളായിട്ട്, രണ്ടും വ്യത്യാസമുണ്ട്. ഞരമ്പ് രോഗികളായിട്ട് നേഴ്സിന് ഡിസോർഡർ ഉള്ള ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ അടുത്ത ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു ആമുഖം ഒന്നുകൂടെ അറിയാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഒന്നും കൂടെ ഇത് പറഞ്ഞു പോവുകയാണ്. അപ്പം ഈ ഞരമ്പ് രോഗികൾ എല്ലാവരും ഇവരൊരു ഞരമ്പ് രോഗിയാണ്, ഒരു മാനസിക രോഗിയാണ്, ഇതൊരു വട്ടനാണ്, ഇവന് പ്രാന്താണ്, ഇങ്ങനെ പറഞ്ഞ് മാറ്റി വെക്കുന്ന ഒരു കാലഘട്ടങ്ങളിലായിരുന്നു മനുഷ്യനുണ്ടായിരുന്നത്. അത് വ്യത്യാസം വന്നു. വ്യത്യാസം വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് മാനസിക രോഗം ഉണ്ടാകാം, എന്താണ് മാനസിക രോഗങ്ങൾ? മാനസിക രോഗം എന്ന് പറഞ്ഞാൽ എല്ലാ മറ്റുള്ള രോഗങ്ങളെയും പോലെ, മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന ഏത് രോഗങ്ങളെയും പോലെ, ഡയബറ്റീസ് പോലെ, പ്രഷർ പോലെ, ക്യാൻസർ പോലെ ഏത് രോഗം. ഇതിനൊക്കെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ അത്ര വലിയ രോഗമായിട്ടൊന്നും മനുഷ്യനെടുക്കാറില്ല. സൈക്കോളജിയിലും അത്ര വലിയ പ്രശ്നമില്ലാത്ത രോഗങ്ങളുണ്ട്. ഷുഗർ വന്നു, കൺട്രോൾ ചെയ്യാം, നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളൊന്നും മാറ്റിയാൽ മതി, നമ്മുടെ ആഹാര രീതി ഒന്ന് ക്രമീകരിച്ചാൽ മതി, അല്ല കുറച്ച് എക്സസൈസ് ചെയ്താൽ മതി, ഷുഗർ നമുക്ക് കൺട്രോൾ ചെയ്യാം. പിന്നെ ക്യാൻസർ വന്നു, ചികിത്സിക്കണം, തീർച്ചയായിട്ടും റേഡിയേഷൻ വേണം, അല്ലെങ്കിൽ അതനുസരിച്ച് ക്യാൻസറിൻ്റെ ലെവൽസ് ഒന്നെങ്കിൽ റേഡിയേഷൻ വേണം, അതല്ലെങ്കിൽ കീമോതെറാപ്പി ചെയ്യണം, ഇങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി ചെയ്ത് മാറ്റണം. അപ്പം ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ചിന്താഗതിയിലേക്ക് മനുഷ്യൻ കടന്നു വരുന്ന കാലഘട്ടമാണിത്. അത് എല്ലാവരിലും വന്നിട്ടില്ല. ഇപ്പോഴും തെറ്റിദ്ധാരണകളുണ്ട്. ഒന്ന്, ഇത് പാരമ്പര്യമായിട്ട് വരുന്ന രോഗമാണ്. അപ്പോൾ പാരമ്പര്യമാണ്, എല്ലാ രോഗങ്ങളും പാരമ്പര്യമായതുകൊണ്ട് ഇതിനും പാരമ്പര്യത്തിൻ്റെ ഒരു 50% to 70% പാരമ്പര്യമായിട്ട് നമുക്കുണ്ടാകാം. കുടുംബത്തിൽ ആർക്കെങ്കിലും മാനസിക രോഗമുണ്ടെങ്കിൽ നമുക്കോ നമ്മുടെ അടുത്ത ജനറേഷനോ മാനസിക രോഗം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു ഉദാഹരണമായിട്ട് എപ്പോഴും പറയാറുള്ളത്, ഏതെങ്കിലും രീതിയിൽ നമ്മളെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഒരു ചെസ്റ്റ് പെയിൻ ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന ഡോക്ടർ ആദ്യം ചോദിക്കുന്നത് കുടുംബത്തിൽ ആർക്കെങ്കിലും ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടോ, സാധ്യത കൂടുതലാണ്. അപ്പം ഒരു മാനസിക രോഗമായിട്ട് വന്ന് നമ്മൾ ആദ്യം ചോദിക്കുന്നത് കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, കാരണം പാരമ്പര്യമായിട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ എന്തെങ്കിലും ഹോർമോണൽ ഡിസ്ഫങ്ഷൻ, എക്സാമ്പിൾ തൈറോയിഡിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ വൈറ്റമിൻ ഡിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും, അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ശരീരത്തിൻ്റെ വളർച്ചയനുസരിച്ച് വണ്ണം കൂടുതൽ, വണ്ണം കുറയുക, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കാരണങ്ങളായിട്ട് ഉണ്ടായിട്ടുണ്ടോ, നമ്മളിതിനെക്കുറിച്ച് പഠിച്ചിട്ട് പാരമ്പര്യമായിട്ടാകാം. ഹോർമോണൽ ചേഞ്ചസ്, തൈറോയ്ഡ് പോലുള്ള എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ കൊണ്ടാകാം, വൈറ്റമിൻ ഡി പോലുള്ള എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ കൊണ്ടാകാം, അതല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ടുണ്ടാകും, പെട്ടെന്നുണ്ടാകുന്ന എന്തെങ്കിലും ഒരു അപകടങ്ങൾ കൊണ്ട്, കുടുംബത്തിലുണ്ടാകുന്ന അപകടങ്ങൾ, മരണം കൊണ്ട്, അല്ലെങ്കിൽ അവിചാരിതമായിട്ട് നഷ്ടം കൊണ്ട്, ബിസിനസ് നഷ്ടം കൊണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് മാനസിക രോഗങ്ങൾ വരാം. ഇത് കാരണങ്ങൾ കണ്ടുപിടിച്ചു പിന്നെ വ്യത്യസ്തമായ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് എന്തൊക്കെയാണ് അതിനകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു കഴിഞ്ഞു. ആങ്സൈറ്റി, ഫിയർ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആങ്സൈറ്റി എന്ന് വെച്ചാൽ
ഉൾക്കണ്ട, എന്തെങ്കിലും സംഭവിക്കാൻ മതി, ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഫോബിയാസ്, ചില പർട്ടിക്കുലർ സംഗതികളോട് നമ്മളുള്ള ഭയം. അപ്പം എന്തൊക്കെയാണ് ആങ്സൈറ്റി, എന്തൊക്കെയാണ് ഫോബിയ, എന്തൊക്കെയാണ് മറ്റ് മാനസിക രോഗങ്ങൾ എന്നുള്ളൊരു പഠനം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേക്കായിട്ട് പഠിച്ചിരുന്നു. അതിനകത്ത് നമ്മൾ വന്ന് നിൽക്കുന്ന ഒരെണ്ണം ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറാണ്, OCD, ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ഓർ ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നാണ് ഇതിന് പറയുന്നത്. ഒബ്സഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ നമ്മൾ ചിന്തിച്ചിരിക്കുക, ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, അത് വരുമ്പോഴാണുണ്ടാകുന്ന ആങ്സൈറ്റി. ഇപ്പോൾ വൃത്തി, ഇപ്പോൾ ഇവിടെ പൊടിയുണ്ടെന്ന് ഞാൻ വിചാരിക്കാം, ഇപ്പോൾ ഇവിടെ പൊടി കൂടുതൽ ഞാൻ തൂത്തോണ്ടിരിക്കുക, അതൊരു ഒബ്സഷനാണ്. ഒരിടത്ത് പോകുമ്പോൾ നമ്മൾ വീട് അടച്ചിട്ടുണ്ടോ എന്ന് പിന്നെയും നമ്മൾ വന്ന് നോക്കുക, വീട് അടച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക. അപ്പോൾ അത് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിൽ പെട്ടതാണ്. ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുക, കൂടെ കൈ കഴുകുക. കൈ കഴുകുന്ന കൊണ്ട് കുഴപ്പമില്ല, കൈ കഴുകിയിട്ട് വൃത്തിയായില്ല എന്ന് ഓർത്ത് പിന്നെയും നമ്മൾ കൈ കഴുകുക. അപ്പം ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഒബ്സഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന, അല്ല റിപ്പീറ്റായിട്ട് ചെയ്യുന്നതാണ് ഒബ്സഷൻ എന്ന് പറയുന്നത്. കമ്പൾഷൻ എന്ന് പറയുന്നത് ചെയ്യാൻ നമ്മൾ പ്രേരിപ്പിക്കുക. അപ്പോൾ ചെയ്യാനായിട്ട് മാനസികമായിട്ട് നമുക്ക് തോന്നണം. തോന്നിയാൽ മാത്രം പോരാ, ഇത് ചെയ്യാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും ആങ്സൈറ്റി, ഉൾക്കണ്ട എന്തെങ്കിലും ശാരീരികമായ മാനസികമായ വ്യത്യാസങ്ങൾ വരണം. ഇത്രയും വരുമ്പോഴേ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിലേക്ക് വരുള്ളൂ. അപ്പം നമ്മൾ ആദ്യം ഒരു കാര്യത്തെക്കുറിച്ച് ഒബ്സസീവ് ആകുക, റിപ്പീറ്റായിട്ട് ചിന്തിക്കുക, റിപ്പീറ്റായിട്ട് ചെയ്യാനായിട്ടുള്ള വരിക. കമ്പൾഷൻ അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് ആങ്സൈറ്റി ഉണ്ടാകുക, ഡിപ്രഷൻ ഉണ്ടാകുക, മാനസികമായ മറ്റു വിഷമങ്ങൾ ഉണ്ടാകുക. അങ്ങനെ വരുമ്പോഴാണ്, അതുകൊണ്ട് നമ്മുടെ ശരീരത്തിനോ പ്രവൃത്തിക്കോ എന്തെങ്കിലും വ്യതിയാനങ്ങൾ അല്ലെ മാറ്റങ്ങൾ വരുമ്പോഴാണ് ഇത് OCDP എന്നാണ്, ഒബ്സസീവ് കമ്പൾസീവ്, OCPD, ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് എ ഡിസീസിനെ കൊടുത്ത്, ഇറ്റ്സ് എ ഡിസോർഡർ. ഇത് പറയാൻ കാരണം വെച്ചാൽ എപ്പോഴും എല്ലാവരും ചോദിക്കുന്നു, ഒബ്സഷൻ എല്ലാവർക്കും ഉള്ളതല്ലേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുമല്ലോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗ്ലാസ് കഴുകുമല്ലോ, അപ്പം ഞാനൊരു സാധനം എനിക്ക് വെച്ചെടുത്തിരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഞാൻ കറക്റ്റായിട്ട് സമയം എപ്പോഴും പാലിക്കുന്ന ആളാണ്, കറക്റ്റ് സമയത്ത് ഒരിടത്ത് വരുന്ന ഒരാളാണ്. അപ്പം ഞാനൊരു മാനസിക രോഗിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം അല്ല, അതൊരു ഒബ്സഷൻ മാത്രമാണ്. അതിനൊരു കമ്പൾഷൻ വരണം. കമ്പൾഷൻ വരണമെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒരാൾക്ക് 9 മണിക്ക് എത്താമെന്ന് പറഞ്ഞു, 9 മണിക്ക് എത്തണം, 9 മണിക്ക് എത്തിയില്ലെങ്കിലോ എന്നുള്ള ടെൻഷൻ ഉണ്ടാകുക. അപ്പോൾ ഒബ്സഷൻ ഉണ്ട്, അതിനകത്ത് കമ്പൾഷൻ ഉണ്ടാകുന്നു. ആ കമ്പൾഷൻ നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടാക്കുകയോ എന്തെങ്കിലും ചെയ്യണം, അതാണ് ഡിസോർഡറായിട്ട് മാറുന്നത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ മാനസികമായ നമ്മുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരിക. അങ്ങനെ വരുമ്പോഴാണ് കമ്പൾഷൻ ആകുന്നത്. അപ്പോഴേ അതിനെ OCD, ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയൂ. അതുവരെ അത് ഒബ്സഷൻ അല്ലെങ്കിൽ, ഈ ഒബ്സഷൻ എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ടാകാം. ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നതാകാം, കറക്റ്റ് സമയത്ത് എല്ലായിടത്ത് ഓഫീസിൽ പോകണമെന്ന് പറയുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ഭാര്യയായിട്ട് രാവിലെ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെല്ലാവരും കൂടെ നമ്മൾ 4 മണിക്ക് എവിടെയെങ്കിലും പോകാൻ തുടങ്ങി, ഫംഗ്ഷന് പോകാൻ തുടങ്ങി, കറക്റ്റ് 4 മണിക്ക് ഇറങ്ങണം, നല്ല സമയത്ത് അവിടെ എത്തുള്ളൂ. അപ്പം നമ്മൾ 4 മണിക്ക് ഒരുങ്ങിയില്ല എന്ന് വെച്ചുകൊണ്ട് നമ്മളൊരാൾ നമ്മുടെ കൂട്ടത്തിൽ വഴക്കുണ്ടാക്കുക, പറയുന്നതിനല്ല, അത് വഴക്കുണ്ടാക്കുക. എന്നിട്ട് അയാൾക്ക് ആങ്സൈറ്റി കൂടുക, സമയത്ത് പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ആങ്സൈറ്റി കൂടുക. അങ്ങനെ വരുമ്പോൾ അത് കമ്പൾഷനോടെ ഉണ്ടെങ്കിൽ അത് ഡിസോർഡറായിട്ട് വരും. വീട് പൂട്ടി നമ്മൾ ഇറങ്ങി ഒരിടത്ത് പോകാനായിട്ട് ഒരുങ്ങുന്നു, പൂട്ടിയിട്ട് നമ്മൾ അവിടെ മറിച്ച് കുറച്ച് ചെല്ലുമ്പോഴാണ് ഈ വീട് പൂട്ടിയോ എന്നൊരു സംശയം. താക്കോൽ എടുത്തിട്ടുണ്ട്, വീട് പൂട്ടിയോ, നമ്മൾ ഉടനെ തിരിച്ചു പോവുക, തുറന്നു നോക്കുക, പിന്നെയും പൂട്ടുക. അങ്ങനെ നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ അതിനാണ് OCD, ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഒരു പ്രാവശ്യം പൂട്ടിയിട്ട് പിന്നെ ശരിക്കും പൂട്ടിയതാണെന്ന് നോക്കുന്നതോ, ആ പൂട്ടിയിട്ട് ചാക്കോൽ കൊണ്ട് കുറച്ച് പുറത്തേക്ക് പോകുന്നതോ ഒന്നും OCD പെടില്ല. അത് പൂട്ടിയോ ഇല്ലെന്ന് പിന്നെയും നോക്കുക, പിന്നെ അവിടെ പോയിട്ട് അത് പൊട്ടിയെന്നുള്ള ഉറപ്പ് വരുത്തുക. അതങ്ങനെ ഉറപ്പ് വരുത്തായിരുന്നു കഴിഞ്ഞാൽ അതിന് കമ്പൾഷൻ ഉണ്ടാകുക, ആങ്സൈറ്റി ഉണ്ടാകുക. അങ്ങനെ വരുന്നതിനാണ് ഡിസോർഡർ എന്ന് പറയാം. അതുപോലെ കുളിക്കാൻ കയറി ഒരു 10 മഗ് വെള്ളം ഒഴിക്കണം തലയിൽ. അപ്പം നമ്മൾ എണ്ണിക്കൊണ്ട് 10 ഒഴിക്കുക, അല്ലെ സോപ്പ് തേച്ചു പിന്നെയും കഴുകിക്കളഞ്ഞാൽ പോയില്ലെന്ന് തോന്നുക, കൈ കഴുകാനായിട്ട് പിന്നെയും കഴുകുക, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് വെച്ചുകൊണ്ട് കഴുകുക. ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക്
OCD, ഒബ്സസീവ് കമ്പൾസീവ്, OCPD എന്ന ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുക. ഇത് എടുത്തു പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. എപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുന്ന ഒരസുഖമാണ് OCD, ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇതിന് കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇത് പല കാരണങ്ങളുണ്ട്. ഒന്നാമത് ഇത് പാരമ്പര്യമായിട്ടുണ്ടാകുന്നത്. രണ്ടാമത് ഇത് സാഹചര്യങ്ങൾ കൊണ്ടാകാം. അച്ഛനും അമ്മയ്ക്ക് ആങ്സൈറ്റി അങ്ങനെയൊക്കെയുള്ള ഡിപ്രഷനൊക്കെ ഉള്ള ആൾക്കാർക്ക് OCD ഉണ്ടാകാം. അപ്പം എന്തൊക്കെയാണ് OCDയിലുള്ള ഇത്? ഒന്ന് ഹോർഡിങ് ഡിസോർഡർ. ഹോർഡിങ് ഡിസോർഡർ ഏതെങ്കിലും ഒന്നുമായിട്ട് നമ്മൾ പിരിയാനുള്ള നമ്മുടെ ബുദ്ധിമുട്ട്. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു സാധനം അത് നമ്മൾ കൂട്ടി വെക്കുക. നമ്മൾ വിൽക്കണമെന്ന് തോന്നി, അല്ലാതെ ഉപയോഗമില്ല, നമുക്ക് കൊടുക്കണമെന്ന് തോന്നി, പക്ഷെ അത് സൂക്ഷിച്ച് വെക്കുക. അതിനൊക്കെ സെപ്പറേറ്റ് ചെയ്യണം. അതുമായിട്ട് വിട്ട് പിരിയാനുള്ള ഒരു മാനസികമായ പ്രശ്നമാണ് ഹോർഡിങ് ഡിസോർഡർ. ഹോർഡിങ് ഡിസോർഡർ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഭാഗമായിട്ട് സെപ്പറേഷൻ ഉണ്ടാകുക. നമ്മൾ ഉപയോഗിച്ചിരുന്നൊരു സാധനം, ഒരു പേന ഞാൻ ഉപയോഗിച്ചിരുന്നു, പേന കുറച്ച് കേടായിട്ടുണ്ട്, അത് മാറണമെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഈ ഒബ്സഷൻ ഉള്ളതുകൊണ്ട്, ഈ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ഉള്ളതുകൊണ്ട് അതിനെ എനിക്ക് കൊടുക്കാൻ എനിക്ക് മടിയായിരിക്കും. ഹോർഡിങ്, അതായത് അതിനെ വെർബലൻസ്, അതുമായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ദെൻ എക്സോറിയേഷൻ ഓർ സ്കിൻ പിക്കിങ്, കൈ ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നഖമൊക്കെ ഒടിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് എക്സോറിയേഷൻ ഓർ സ്കിൻ പാക്കിംഗ് ഡിസോർഡർ. മെയിൻലി സ്കിന്നായിരിക്കും അത്. സ്കിൻ പറിച്ച് മാറ്റുക, പിക്കിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം കൊള്ളുകയില്ല. എൻ്റെ ശരീരം ഇങ്ങനെയല്ല ഇരിക്കുന്നത്, എൻ്റെ ശരീരത്തിന് വ്യത്യാസമുണ്ട്. എൻ്റെ മുഖം വലുതായിട്ടിരിക്കുന്നു, എൻ്റെ ചെവി വലുതാണ്, എൻ്റെ കണ്ണ് വലുതാണ്, എൻ്റെ മൂക്ക് കാണാൻ കൊള്ളുകയില്ല, അല്ല എന്നെ കാണാൻ കൊള്ളില്ല. പൊതുവെ ഇങ്ങനെയുള്ള ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്നാണ് എന്നെ പറയുന്നത്. പൊതുവെ എന്നെ ഒന്നിനും കൊള്ളുകയില്ല, എൻ്റെ കണ്ണ് കൊള്ളുകയില്ല, എൻ്റെ ചെവി കൊള്ളുകയില്ല, അല്ല എൻ്റെ കാണാൻ കൊള്ളുകയില്ല, അങ്ങനെ ഒരേ മുഖം കൊള്ളുകയില്ല, എൻ്റെ വയറ് കൊള്ളുകയില്ല, എന്ത് വേണേലും ആകാം, അല്ല എനിക്ക് വണ്ണം കുറവാണ്. ഇതാണ് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ. ദെൻ ട്രിക്ലോറ്റോമാനിയ, കമ്പൽസറി ഹെയർ പിക്കിങ്. ചിലപ്പോൾ ഇതിങ്ങനെ മുടി ഇങ്ങനെ പറിച്ചെടുത്തിട്ട് അത് കെട്ടിവെക്കുന്ന ആൾക്കാരുണ്ട്, കളയുന്ന ആൾക്കാരുണ്ട്. മെയിൻലി മുടി പറിച്ചെടുക്കുക. നമുക്ക് തോന്നുന്നത് വേദന എടുക്കരുത് നിൽക്കുക, അവർ അതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യാറില്ല. കമ്പൽസറി ഹെയർ പുള്ളിങ് ആണ്. മുടി പിടിച്ച് പൊട്ടിച്ച് അല്ലെ വലിച്ച് പറിച്ച് കളയുക. അപ്പം ഒന്നുകൂടെ ഏതൊക്കെ രോഗങ്ങളാണെന്ന് നോക്കാം. ഹോർഡിങ് ഡിസോർഡർ, ഏതെങ്കിലുമായിട്ട് സെപ്പറേഷൻ ഉള്ള പേടി. ഒന്ന് എക്സ്കോറിയേഷൻ, അത് സ്കിൻ വിളിച്ചു പറിച്ചെടുക്കുക. ബോഡി ഡിസ്മോർഫിക്, ശരീരത്തിൻ്റെ രൂപങ്ങളെക്കുറിച്ച് ധാരണയില്ലായിരിക്കാം. ട്രിക്ലോമാനിയ, കമ്പൽസറി ഹെയർ പുള്ളിങ്. ഇത്രയും കാര്യങ്ങളാണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിനകത്ത് നമ്മൾ കാണുന്നത്. ഇനി വേറെ ഉണ്ട്. എന്നാൽ ഇത് ട്രീറ്റ്മെൻറ്റ്, എക്സ്പോഷർ തെറാപ്പി. കാരണം ഇത് പറയുമ്പോൾ എക്സ്പോഷർ തെറാപ്പി എന്ന് പറയുമ്പോൾ ഫോബിയയും ആങ്സൈറ്റി എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാനിത് പറയുന്നത്. അതായത് OCDക്ക് മാത്രമുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ അല്ല, ആങ്സൈറ്റി ഡിസോർഡർ, ഫോബിയ, പാനിക് ഡിസോർഡർ, ഇതിനെല്ലാം കൂടെ എക്സ്പോസീവ് തെറാപ്പി. അപ്പോൾ ഫോബിയൊക്കെ ഉണ്ടെങ്കിൽ ആ വസ്തു ഏതിനോടാണോ ഫോബിയ ഉള്ളത് അതിനെ നമ്മൾ കുറേ പ്രാവശ്യം എക്സ്പോസ് ചെയ്യുക, കൊണ്ട് കാണിച്ചു, തിരിച്ചെടുത്തു. ഒരു ഉദാഹരണം പറഞ്ഞു, ഇപ്പോൾ പൂച്ചപ്പേടിയാണ്, ഒരാൾ പൂച്ചപ്പേടിയാന്ന് പറയാം. ഇപ്പം നേരെ കൊണ്ട് പൂച്ചയെ കൊണ്ട് ടച്ച് ചെയ്യിക്കല്ല നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ആദ്യം പൂച്ചയെക്കുറിച്ച് നമ്മൾ കുറേ പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്യും, അയാളത് കേൾക്കും. പൂച്ച ഉപദ്രവകാരിയല്ല, ഒന്നുമല്ല, കാണാൻ നല്ല ഭംഗിയാണ്, നമ്മൾ അതിനെക്കുറിച്ച് കുറേ പറഞ്ഞിരിക്കും. എന്നിട്ട് പതുക്കെ ഒരു പടം വരച്ച് കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ എഴുതി കാണിച്ചു കൊടുക്കും പൂച്ച. അപ്പോൾ ഇത് കാണും. പിന്നെ നമ്മൾ ദൂരെ നിന്ന് അതിനെ കാണിക്കും. എന്നിട്ട് പതുക്കെ നമ്മൾ പോയി അതിൻ്റെ തൊടും. എന്നിട്ട് പതുക്കെ ആർക്കാണോ അതിൻ്റെ ഫോബിയ ഉള്ളത്, അല്ലെ ഫിയറുള്ള അയാളെ നമ്മൾ അടുക്കൽ കൊണ്ടുവന്നിട്ട് പതുക്കെ പൂച്ചയായിട്ട് എക്സ്പോസ് ചെയ്യും. അങ്ങനെ കുറേ പ്രാവശ്യം വരുമ്പോൾ പൂച്ച ആയിട്ടുള്ള പേടി പറയും. ദാറ്റ് എക്സ്പോഷർ തെറാപ്പി എന്ന് വെച്ചാൽ ഏതിനാണ് പേടി അതിനെ നമ്മൾ എക്സ്പോസ് ചെയ്ത് ശരിയാക്കി എടുക്കുക. ദാറ്റ് ഈസ് ഫോർ എക്സ്പോസ് ഡിസോർഡർ. അടുത്ത ഇൻറ്റഗ്രിറ്റി, ഒരു ടെക്നിക്ക് മാത്രമല്ല, പലതൂടെ കൂട്ടിയിട്ട് ഇത് ഫോബിയ മാറ്റാനായിട്ടുള്ളത്. ഒബ്സഷൻ മാറ്റാൻ ടച്ചിങ് ആകാം, പ്രസൻറ്റ് ചെയ്യാകാം, ഏതെങ്കിലും ഒരു രൂപമാണ് അതിന് നമ്മൾ മോഡൽ ചെയ്യുക. ഇപ്പം എക്സാമ്പിൾ ഹീറോ വർഷിപ്പൊക്കെ ഒരു നായകനെ കണ്ടു, നായകൻ്റെ പ്രതിരൂപം നമ്മൾ അഭിനയിച്ച് കാണിക്കാം, അല്ലെ അങ്ങനെ നടന്ന് കാണിക്കും, അല്ലെ വില്ലിനെ കാണിച്ചു, എങ്ങനെ കാണിക്കുക. അപ്പം അങ്ങനെ വന്നിട്ട് ആ രൂപം ആയിട്ട് നമ്മൾ മോഡലിംഗ് ചെയ്ത് നമ്മൾ കാണിക്കാം, അല്ലെ ആ രൂപത്തിൽ നമ്മൾ എന്തെങ്കിലും അവതരിപ്പിക്കാൻ കഴിയും. ചിലപ്പോൾ നാടകം, ഡ്രാമ ആയിരിക്കാം.
ചിലപ്പം സ്റ്റേജ് വന്നിട്ട് കാണിക്കുന്നതായിരിക്കും പല മോഡലിംഗ്. ദെൻ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി, CBT ആണ് സാധാരണഗതി എല്ലാവരും ചെയ്യുന്നത്. അവർ എന്തിനെക്കുറിച്ചാണോ കോഗ്നേഷൻ ഉള്ളത് ആ കോഗ്നേഷൻ ഒന്ന് മാറ്റിയെടുക്കാനായിട്ടുള്ളത്, ആ ചിന്താഗതി അവൻ്റെ കോഗ്നേഷൻ എന്ന് വെച്ചാൽ അവൻ്റെ പെർസെപ്ഷൻ ആകാം, എമോഷൻ ആകാം, അവൻ്റെ ചിന്താഗതി തോട്ട്സ് ആകാം, മെമ്മറി ആകാം. ഇതെല്ലാം കൂടെ കുട്ടികൾക്കാണ് CBT എന്ന് പറയുന്ന തെറാപ്പി. വളരെ പ്രസിദ്ധമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. ദെൻ മെഡിക്കേഷൻ. യൂഷ്വലി ഏതെങ്കിലും ഒരു നമ്മുടെ പരിധിക്ക് അപ്പുറമാണെങ്കിൽ നമ്മൾ മെഡിക്കേഷൻ നമ്മൾ കൊടുക്കും. അത് ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റ് OCDക്ക് മാത്രമല്ല, ആങ്സൈറ്റിക്ക് നമ്മൾ ചെയ്യാറുണ്ട്, ഡിപ്രഷൻ ആങ്സൈറ്റി ചെയ്യാറുണ്ട്, ഫോബിയയ്ക്ക് ചെയ്യാറുണ്ട്, ദെൻ OCD നമ്മൾ ചെയ്യാറുണ്ട്, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി. ദെൻ നെക്സ്റ്റ് ഈസ് കോൾഡ് മെഡിക്കേഷൻ. അതായത് ന്യൂറോൺസിന് ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇത് ന്യൂറോൺസിലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ന്യൂറോൺസിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് സൈക്കോളജിക്കൽ പ്രോബ്ലം ഒക്കെ ഉണ്ടാകുന്നത്. ഇപ്പം ന്യൂറോൺസിൻ്റെ വ്യത്യാസം, ന്യൂറോൺസിന് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് അതിനൊരു ഘടന കൊടുത്തു. ന്യൂറോൺസിൻ്റെ ഘടന ഡെൻഡിറ്റീസ്, സെൻട്രൽ, ദെൻ കവറിങ്, മൈഥിലിൻ, ഇതിങ്ങനെ പറഞ്ഞിട്ടുള്ള ആ ലെവലും വന്നിട്ട് താഴെ വരെ വന്നിട്ട് സെൽ ബട്ടൺ വരെ, ഇപ്പം ഇത്രയും വരെ വന്നതാണ് അടുത്തതിലേക്ക് കണക്ട് ചെയ്യുന്ന വരുന്നത്. അപ്പം ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നതാണ്. അപ്പം ഈ ഉള്ള സമയത്ത് നമുക്ക് അതിനെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ലോട്ട് ഓഫ് മെഡിസിൻസ്. സോ ദ മെഡിക്കേഷൻ ഇസ് നെക്സ്റ്റ് തെറാപ്പി. ദെൻ വി ആർ കമ്മിങ് ടു മൂഡ് ഡിസോർഡർ. അപ്പോഴും ആൾക്കാർ മൂഡ് ഡിസോർഡറാണ്. ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് എനിക്ക് ഡിപ്രഷൻ എന്ന് പറയുന്ന വാക്കാണ്. നമ്മൾ കൂടുതലും മൂഡ് ഡിസോർഡർ പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഡിപ്രഷനാണ്. ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുക എല്ലാവരും കാണുന്ന രീതിയായിരിക്കും ഡിപ്രഷൻ പറയുന്നത്. കാരണം നമ്മൾ സാധാരണഗതിയിൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മുറിയുടെ അടുക്ക് പോയിരിക്കണം, ആഹാരം കഴിക്കാതിരിക്കണം, കരയണം, ആത്മഹത്യാ പ്രവണത കാണിക്കണം എന്നൊക്കെ നമ്മൾ പറയും. ഇതൊക്കെ അതിൻ്റെ പാർട്ടാണ്, ഇതൊക്കെ അതിൻ്റെ ഭാഗങ്ങളാണ്. പക്ഷെ ഇതെല്ലാം മൂഡ് ഡിസോർഡറിനകത്ത് പെട്ടതാണ്. അതൊക്കെ ഡിപ്രഷൻ്റെ സിംറ്റംസ് ആണ്. പക്ഷെ അത് മാത്രമല്ല ഡിപ്രഷൻ്റെ സിംറ്റംസ് പറയുന്നത്. അപ്പോൾ മൂഡ് ഡിസോർഡറിൽ ആൻഡ് സൂയിസൈഡ്, ആദ്യത്തെ യൂണിപോളാർ മൂഡ് ഡിസോർഡർ. എ പേഴ്സൺ എക്സ്പീരിയൻസ് എക്സ്ട്രാordinary സാഡ്നെസ് ഓർ ഡിപ്രഷൻ. യൂണിപോളാർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം കാണിക്കുക, അവൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ മൂഡ് ഡൗൺ ആകുക, പതിവിൽ കവിഞ്ഞിട്ടുള്ള ദുഃഖിതനായിട്ടിരിക്കുക. ഇതാണ് സാധാരണഗതിയിലുള്ള ഡിപ്രഷൻ്റെ ഒരു നിർവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ മേജർ ഡിപ്രസീവ് മൂഡ് ഡിസോർഡർ. അടുത്ത മേജർ ഡിപ്രസീവ്. ഇപ്പം ആദ്യത്തെ യൂണിപോളാർ ഏതെങ്കിലും കാണുന്നത് സാഡ്നെസ് തോന്നുക. അപ്പം ഇതിൻ്റെ മേജർ ഡിപ്രസീവ് മൂഡ് ഡിസോർഡറിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഡിപ്രസീവ് മൂഡ് മോസ്റ്റ് ഓഫ് ദി ഡേ, ഒരു ദിവസം മുഴുവൻ എന്നുവെച്ചാൽ അല്ലെങ്കിൽ കൂടുതൽ സമയം അയാൾ വളരെ ഡിപ്രസ് മോഡിലായിരിക്കും ഇരിക്കുക, സങ്കടപ്പെട്ടിരിക്കുക. സങ്കടപ്പെട്ടിരിക്കുക എന്ന് വെച്ചാൽ കിടന്നുറങ്ങണമെന്നില്ല, കമന്ന് കിടക്കണമെന്നില്ല, അങ്ങനെയൊന്നുമില്ല. ദെൻ അൻഹെഡോണിയ ഓർ ലോസ് ഓഫ് പ്ലഷർ. ഒന്നും ചെയ്യാനൊരു താല്പര്യമില്ലാതിരിക്കുക. എന്ത് ചെയ്യുമ്പോഴും ഇത് ശരിയാകുന്നില്ല, അല്ലെങ്കിൽ ഇതൊന്നും മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല, ജീവിതത്തിന് ഇനി ഒരു അർത്ഥവുമില്ല എന്ന് നമ്മൾ കണക്കാക്കുക. മേജർ ഡിപ്രസീവ് ഡിസോർഡർ മൂഡ് ഡിസോർഡറിൻ്റെ ലക്ഷണങ്ങളാണ്. ഓൾമോസ്റ്റ് ഓൾ ദ ഡേ, മോസ്റ്റ് ഓഫ് ദ ഡേ, പ്രത്യേകിച്ച് പകൽ സമയങ്ങളിൽ അങ്ങനെ ഒന്നും ചെയ്യാനായിട്ടുള്ളൊരു സന്തോഷം കാണുകയില്ല. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി ഡേ ആണ് പകൽ സമയങ്ങളിൽ, അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവനാകാം ഒന്നും ചെയ്യാനായിട്ട് തോന്നുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേൽക്കണമെന്ന് തോന്നുക, എഴുന്നേൽക്കണമെന്ന് തോന്നില്ല, കിടന്നുറങ്ങണമെന്ന് തോന്നുക, അടുക്കളയിൽ പോയി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുക, അല്ലെങ്കിൽ എന്തെങ്കിലും പുസ്തകം വായിക്കണമെന്ന് തോന്നുക, എവിടെയെങ്കിലും പുറത്ത് പോകണമെന്ന് തോന്നുക, ഇതൊന്നും ഉണ്ടാകില്ല. അപ്പം എല്ലാ ദിവസവും നമ്മൾ വളരെ ഡിപ്രസ്ഡ് ആയിട്ട് നമ്മൾ ഇരിക്കും. ദെൻ ലോസ് ഓഫ് പ്ലഷർ. ഒന്നും ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും പതിവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും. എല്ലാ ദിവസവും രാവിലെ കഴിഞ്ഞിട്ട് പുല്ല് പറിക്കുന്നുണ്ട്, ലൈബ്രറിയിൽ പോകുന്നുണ്ട്, അമ്പലത്തിൽ പോകുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, അങ്ങനെ. അപ്പം പെട്ടെന്ന് അതിനോടുള്ള ജയിലിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾക്കുള്ള താല്പര്യം കുറയുക. ഡിപ്രസ് മോസ്റ്റ് ഓഫ് ദ ഡേ, ലോസ് ഓഫ് പ്ലഷർ. എന്ത് ചെയ്യുന്നതിനൊരു സന്തോഷമില്ലാതിരിക്കുക. എന്ത് ചെയ്യുമ്പോഴും
നമുക്ക് ഒരു സന്തോഷം, വെറുതെ കാശം മുടക്കി അത് ചെയ്യുന്നു, ഇതിൻ്റെ ഒരു ഗുണമില്ലല്ലോ എന്നുള്ള ചിന്താഗതി വരിക. ദെൻ സൈക്കോമോട്ടർ റിട്ടാർഡേഷൻ ഓർ എജിറ്റേഷൻ നോട്ടീസ് ബൈ അതേഴ്സ് എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാതെ റിട്ടാർഡേഷൻ, കൈ എടുക്കാൻ പറയുമ്പോൾ കൈ എടുക്കാൻ പറ്റും, ഒരു സാധനം കൊടുത്താൽ പിടിക്കാൻ പറ്റാവില്ല, അത് കണ്ടില്ലെന്ന് പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ പൊട്ടിത്തെറിക്കുക, ദേഷ്യപ്പെടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും. അപ്പോൾ മൂഡ് ഡിസോർഡറിനകത്ത് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട യൂണിപോളർ മൂഡ് ഡിസോർഡർ, എ പേഴ്സൺ എക്സ്പീരിയൻസ് എക്സ്ട്രാ ഓർഡിനറി സാഡ്നസ്, ഡിപ്രഷൻ, അത് സാധാരണ കോമൺ ആയിട്ട് നമ്മൾ വിട്ടു. ഇനി മേജർ ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡിപ്രസ് മൂഡ് മോസ്റ്റ് ഓഫ് ദി ഡേ, എല്ലാ ദിവസങ്ങളിലും തന്നെ ഡിപ്രസ്ഡ് കാണിക്കണം. പിന്നെ ലോസ് ഓഫ് പ്ലഷർ, എന്തെങ്കിലും ചെയ്യണതിനുള്ള താല്പര്യങ്ങൾ കുറയണം. ദെൻ സൈക്കോമോട്ടർ റിട്ടാർഡേഷൻ അജിറ്റേഷൻ നോട്ടീസ് ബൈ അതേഴ്സ്, ഒന്നും ചെയ്യാതിരിക്കുക, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ കയറി ചൂടാകുക, ദേഷ്യപ്പെടുക, ചെയ്യാൻ പറ്റിയാലത്, ഇങ്ങനെയൊക്കെയുള്ളതാണ് അടുത്ത ലക്ഷണങ്ങൾ. അപ്പോൾ മൂഡ് ഡിസോർഡറിൻ്റെ സൂയിസൈഡിൽ ആദ്യത്തെ ലക്ഷണങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് യൂണിപോളാർ മൂഡ് ഡിസോർഡർ, എ പേഴ്സൺ എക്സ്പീരിയൻസിങ് എക്സ്ട്രാ ഓർഡിനറി സാഡ്നസ്, പെട്ടെന്ന് ഏതെങ്കിലും കാര്യത്തിലേക്ക് ഭയങ്കരമായി സങ്കടം വരിക. പിന്നെ മേജർ ഡിപ്രസീവ് ഡിസോർഡർ, അതിൻ്റെ ലക്ഷണങ്ങൾ ഡിപ്രഷൻ മോഡ് ഓൾമോസ്റ്റ് ഓൾ ദ ഡേ, ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഒന്നിനും താല്പര്യമില്ലാതിരിക്കുക. പിന്നെ ലോസ് ഓഫ് പ്ലഷർ, എന്തെങ്കിലും ചെയ്യാനുള്ള സന്തോഷം കുറഞ്ഞിരിക്കുക. പിന്നെ സൈക്കോമോട്ടോർ റിട്ടാർഡേഷൻ, എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പിന്നെ ഫാറ്റിക് ഓർ ലോസ് ഓഫ് എനർജി, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എവിടെയെങ്കിലും കിടന്നാൽ മതി എന്ന് പറയുക. അല്ലെങ്കിൽ ഇൻസോമാനിയ ഓർ സ്ലീപ്പിംഗ് ടു മച്ച് ഓർ ഹൈപ്പർസോമാനിയ, ഒന്നെങ്കിൽ കൂടുതൽ കിടന്നുറങ്ങുക, അല്ലെങ്കിൽ ഒട്ടും ഉറക്കമില്ലാതെ വരിക. ഇതാണ് മൂഡ് ഡിസോർഡറിൻ്റെ സൂയിസൈഡിൻ്റെ ആദ്യത്തെ ലക്ഷണങ്ങൾ, ആദ്യത്തെ കേസുകളും അതിൻ്റെ ലക്ഷണങ്ങളും. അൺഇൻറ്റൻഷണൽ വെയിറ്റ് ലോസ് ഓർ ഗെയിൻ, പിന്നെ നമ്മൾ അറിയാതെ നമ്മുടെ വെയിറ്റ് ലോസ് ചെയ്തുകൊണ്ടിരിക്കുക, കൂടുതൽ വെയിറ്റ് ഉണ്ട്, വെയിറ്റ് ലോസ് ഉണ്ടായിക്കൊണ്ടിരിക്കുക, വെയിറ്റ് ലോസ്. ഇത് വെയിറ്റ് ലോസ് എപ്പോഴും ഡിപ്രഷനിലെയും ഒരു മൂഡ് ഡിസോർഡറിൻ്റെയും മെയിൻ ഒരു സംഗതിയാണ്. പെട്ടെന്ന് എല്ലാവരും പറയും എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ഭയങ്കര ഹാപ്പിയാണ്, പക്ഷേ എനിക്ക് വെയിറ്റ് ലോസ് വരുന്നു, അല്ലെങ്കിൽ എനിക്ക് വെയിറ്റ് കൂടുതൽ വരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു മൂഡ് ഡിസോർഡറിൻ്റെ ഭാഗങ്ങൾ തന്നെയായിട്ട് വരും. ഫീലിംഗ് ഓഫ് വർത്ത്ലെസ്നെസ്, ഗിൽറ്റ് അബൌട്ട് തിങ്സ് ബിയോണ്ട് ദെയർ കൺട്രോൾ, ചില കാര്യങ്ങൾ നമ്മളിട്ട് അതിനെക്കുറിച്ച് തെറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക, അതിനെക്കുറിച്ച് കുറ്റബോധം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇനി ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല, ഞാൻ തെറ്റ് ചെയ്തു, ഇനി ഞാൻ എങ്ങനെ ജീവിക്കും എന്നൊക്കെ ചിന്തിക്കുന്നത്. That diminished ability to think or concentrate or indecisiveness, ഒന്നും തീരുമാനം എടുക്കാൻ പറ്റുകയില്ല, എന്തെങ്കിലും കണ്ട അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക, കൂടുതലും ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ, കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാകില്ല. അപ്പോൾ this is called diminished ability to think or concentrate or indecisiveness. Then recurrent thoughts of death, മരിച്ചു പോകും, അല്ലെ ജീവിക്കണ്ട എന്നുള്ള തോന്നലുണ്ട്, മരിച്ചു പോകുക എന്നുള്ളതാകാം, ജീവിക്കണ്ട എന്നുള്ള തോന്നലുകളുമാകാം. അപ്പം ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് നോക്കുക. മൂഡ് ഡിസോർഡർ ആണ് ആദ്യത്തെ, നമ്മൾ OCD, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ആണ്. അതിനകത്ത് പല തരത്തിലുണ്ട്. ഹോർഡിങ് ഡിസോർഡർ, ഏതെങ്കിലും സെപ്പറേഷൻ ചെയ്യുന്നു എന്നുള്ളൊരു പേടി. പിന്നെ എസ്കോറിയേഷൻ, ദാറ്റ് ഇസ് സ്കിൻ പിക്കിംഗ് ഡിസോർഡർ. ദെൻ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ ആൻഡ് ട്രിക്കോട്ടോമേനിയ. ഇതാണ് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിൻ്റെ വകഭേദങ്ങൾ കുറേ ഉള്ളത്. ട്രീറ്റ്മെൻറ്റ് എക്സ്പോഷർ തെറാപ്പി, ഇൻ്റഗ്രേറ്റഡ് ടെക്നിക്സ്, ഒന്ന് മാത്രമല്ല പല സംഗതി അതിലേക്ക് വരിക, അങ്ങനെ നമ്മൾ ചെയ്യാം. ദെൻ മോഡലിംഗ്, ഹീറോയെ പോലെ അല്ലെങ്കിൽ ഒരു കഥയൊക്കെ വായിച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ നാടകത്തിലെ പോലെ ഹീറോ പോലെ വർഷിപ്പ് ചെയ്യാനായിട്ട് നമ്മൾ പഠിപ്പിക്കുക. ദെൻ കോഗ്നിറ്റീവ് CBT, അവൻ്റെ പെർസെപ്ഷൻ, കോഗ്നിറ്റീവ് ബിഹേവിയർ, ഏതെങ്കിലും സാധനം കാണുമ്പോൾ അതിൻ്റെ പെർസെപ്ഷനിൽ നമുക്കുണ്ടാകുന്ന വ്യത്യാസമാണ്. Then medication. Then mood disorder. First one is unipolar mood disorder or person experiencing extraordinary sadness or depression. ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ ആയിട്ട് തോന്നുന്ന ഒരവസ്ഥ, അല്ല ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. മൂഡ് ഡിസോർഡർ, ബൈപ്പോളർ മൂഡ് ഡിസോർഡർ രണ്ട് തരത്തിലുണ്ട്. ഗ്രേഡ് 1, ഗ്രേഡ് 2 എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഇത് പറയുന്നത് ഗ്രേഡ് 1-ൻ്റെയാണ്. Then major depressive mood disorder, അതിനകത്ത് ഡിപ്രസ്ഡ് മൂഡ് ഓൾമോസ്റ്റ് ഓൾ ദ ഡേ, ജീവിതത്തിൽ എല്ലാ സമയങ്ങളും തന്നെ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് മൂഡ് കാണിക്കാം. ദെൻ ലോസ് ഓഫ് പ്ലഷർ, എന്ത് ചെയ്യണമെങ്കിലും താല്പര്യമില്ലാതിരിക്കുക, എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, എനിക്ക് വെറുതെ ഇരിക്കാൻ തോന്നുന്നു, കിടക്കാൻ തോന്നുന്നു, ഓഫീസിൽ വരാൻ തോന്നത്തില്ല എന്നൊക്കെ പറയുന്നതാണ് ലോസ് ഓഫ് പ്ലഷർ. അത് എല്ലാ കാര്യത്തിലും, ആഹാരം കഴിക്കുന്ന കാര്യത്തിലാകാം. സോറി, അപ്പം എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമില്ലാത്ത ഇത് നമ്മൾ പ്രത്യേകിച്ച് ഈ മൂഡ് ഡിസോർഡർ പറയുമ്പോഴും, മൂഡ് ഡിസോർഡർ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ലക്ഷണങ്ങൾ പഠിക്കണം. കാരണം അപ്പോൾ ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന സംഗതി 2 ഉണ്ട്. അതാണ് ഈ പ്രത്യേകം പറയുന്നത്. അതിൻ്റെ വ്യത്യാസങ്ങളും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കാം. അപ്പം ഇതുകൊണ്ടാണ് എപ്പോഴും ഡിപ്രഷൻ്റെ കാര്യങ്ങൾ പറയുന്നത്. പൊതുവേ ജനത്തിൻ്റെ ഒരു ചിന്താഗതി, ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പോയി കരഞ്ഞ് ഏതെങ്കിലും ഒരു മുകളിലേക്ക് ഇരിക്കുക, അല്ലെ എപ്പോഴും കരയുക, ആഹാരം കഴിക്കാതിരിക്കുക, സൂയിസൈഡ് പറയുക. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇത് കോമൺ സെൻസ് വ്യൂ ആണ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് വേണം പറയാൻ. ഇത് മാത്രമല്ല, കാരണം ഡിപ്രഷൻ കൂടുമ്പോൾ കണ്ടമാനം സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ആലോചിക്കുക, നേരെ ഓപ്പോസിറ്റാണ്. ഡിപ്രഷൻ വന്നാൽ ഒട്ടും സംസാരിക്കാതെന്ന് പറയും. മറ്റേ വേറെ കാര്യത്തിൽ ഡിപ്രഷൻ വന്നാൽ കണ്ടമാനം സംസാരിക്കും. പറയുന്ന കാര്യങ്ങളുടെ കണ്ടന്റാണ് നമ്മൾ എടുക്കുന്നത്. ചില ഒരു മുറി കയറി അടച്ചിരിക്കും, നിർബന്ധമില്ല, മുറിയിൽ നിന്ന് ഇറങ്ങി ആൾക്കാരുമായിട്ട് കണ്ടമാനം സംസാരിച്ച്, അപ്പം സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ് നമ്മൾ എന്താണ് അസുഖം എന്നുള്ളത് ചെയ്യുക. അത് അങ്ങനെ പോകുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം ഒന്ന് മുറിക്ക് അടച്ചിരിക്കുക, ഒന്ന് ആൾക്കാരുമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുക. ചില പൈസ ചിലവാക്കില്ല, കണ്ടമാനം പൈസ ചിലവാക്കും, ചിലപ്പോൾ ഇങ്ങനെ കറങ്ങി കിടക്കും. ചിലപ്പം ആ ചെയ്യുന്ന കാര്യങ്ങൾക്കടുത്ത് റാഷണൽ ആണെന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. റാഷണൽ ആണെങ്കിൽ കുഴപ്പമില്ല, റാഷണൽ അല്ലെന്നുണ്ടെങ്കിൽ മൂഡ് ഡിസോർഡറിനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ സൈക്കോമോട്ടർ റിട്ടാർഡേഷൻ, അജിറ്റേഷൻ നോട്ടീസ്. എന്ത് പറഞ്ഞാലും ഇതിന് പറയുക, എന്തിനും നമ്മൾ തട്ടിക്കയറുക, ഒരു കാര്യമില്ലാത്തതിന് നമ്മുടെ മൂഡ് മാറുക. ഇതൊക്കെയാണ് സൈക്കോമോട്ടർ അജിറ്റേഷൻ നോട്ടീസ് ബൈ ഫാക്ടറി ലോസ് ഓഫ് എനർജി. എന്തെങ്കിലും ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള ചെയ്യാനായിട്ടുള്ള എനർജി വരിക, ഈ ഇന്നടുത്തുന്ന പൈസ വാങ്ങിച്ചിരിക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുക. അപ്പം അത് ചെയ്യാൻ പറ്റാതെ ഏതെങ്കിലും മൂലയ്ക്ക് കയറി ഇരിക്കുക. ഇൻസോമേനിയ, സ്ലീപ്പിംഗ് ടു മച്ച്. ചിലർക്ക് എന്നെ ഉറക്കം വരില്ല, ചിലർക്ക് ഭയങ്കര ഉറക്കമായിരിക്കും. ചില ഡിപ്രഷനിൽ ഉറങ്ങുകയില്ല. നമ്മൾ സാധാരണഗതി കേൾക്കുന്ന ഡിപ്രഷൻ വന്നു നമ്മൾ ഉറങ്ങിയില്ല എന്നാണ്. പക്ഷെ അത് ഒരു സൈഡ് മാത്രമാണ്. ആക്ച്വലി ഡിപ്രഷൻ വന്നാൽ ഉറങ്ങണമെന്ന് നിർബന്ധമില്ല, ഉറക്കമില്ലാത്ത അവസ്ഥയും വരാം. അപ്പം നോക്കിക്കോളെ, മേജർ ഡിപ്രഷൻ മോഡ് മോസ്റ്റ് ഓഫ് ദി ഡേ, ലോസ് ഓഫ് പ്ലഷർ, സൈക്കോമോട്ടർ റിട്ടാർഡേഷൻ, ഫാക്ടിക്, ലോസ് ഓഫ് എനർജി, ഒന്നും ചെയ്യാൻ പറ്റാതില്ല, ഇൻസോമേനിയ ഓർ സ്ലീപ്പിംഗ് ടു മച്ച്. ഒന്ന് കണ്ടമാനം ഉറങ്ങുക, ഒന്ന് ഉറങ്ങാതിരിക്കുക. ദെൻ സിഗ്നിഫിക്കൻറ്റ് ആൻഡ് ഇൻറ്റൻഷണൽ വെയിറ്റ് ലോസ് ഓർ ഗെയിൻ. നമ്മൾ പെട്ടെന്ന് സിഗ്നിഫിക്കൻറ്റ് വെയിറ്റ് ലോസ്, പെട്ടെന്ന് വെയിറ്റ് കൂടുക അല്ലെങ്കിൽ വെയിറ്റ് കുറയുക. ഞാൻ ഗേറ്റ് എന്ന് പറഞ്ഞു, വെയിറ്റ് ലോസ്. പെട്ടെന്ന് വെയിറ്റ് ലോസും ആകാം, വെയിറ്റ് ഗെയിനും ആകാം. ചിലപ്പം ആഹാരമൊന്നും കഴിച്ചില്ല, ഞങ്ങൾ വണ്ണം വെക്കുന്നു, ഞങ്ങൾ വീർത്തിരിക്കുന്നു, ചില പറയാറുണ്ട്. പെട്ടെന്ന് ഞങ്ങൾ വണ്ണം വെക്കുന്നു, ഞങ്ങൾ ആഹാരം കഴിക്കുന്നില്ല എന്ന് പറയാം. ചില നേരെ തിരിച്ചാൽ കണ്ടമാനം ആഹാരം കഴിക്കും, എന്ത് കിട്ടിയാലും കഴിക്കും. അപ്പോൾ വെയിറ്റ് ലോസ് ഗെയിൻ ചെയ്യും. അപ്പം ഈ ബിഞ്ച് ഈറ്റിംഗ് എന്ന് പറഞ്ഞ ഒന്നുണ്ട്. ബിഞ്ച് ഈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം വരുമ്പോൾ കണ്ടമാനം എടുത്ത് കഴിക്കുക, അതാണ് ബിഞ്ച് ഈറ്റിംഗ്. എന്തെങ്കിലുമൊക്കെ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുക, വിശക്കെന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക, അതാണ് നമ്മൾ ബിഞ്ച് ഈറ്റിംഗ് വരുന്നത്. അതുകൊണ്ടാണ് ലോസും വരുന്നത്. മിക്കവാറും വെയിറ്റ് ലോസ് ആണ്, പക്ഷേ ഡിപ്രഷൻ്റെ വേറെ സ്റ്റേജിൽ വെയിറ്റ് ഗെയിൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഫീലിംഗ് ഓഫ് വർത്ത്ലെസ്നെസ്, ഗിൽറ്റ് അബൌട്ട് തിങ്സ് ബിയോണ്ട് ദെയർ കൺട്രോൾ. എന്നെ കൊണ്ടൊന്നിനും കഴിയുകയില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി, എന്നെ ആർക്കും വേണ്ട, എനിക്ക് ജീവിക്കണമെന്ന് തോന്നില്ല, ഇങ്ങനെയൊക്കെ പറയുക. ദാറ്റ് ഇസ് കോൾഡ് ഫീലിംഗ് ഓഫ് വർത്ത്ലെസ്നെസ്. എന്നെ കൊണ്ട് ഇനി ഒരു ഗുണവുമില്ല, എന്നെ കൊണ്ട് എല്ലാവരും കുറ്റം പറയുകയാണ്, അങ്ങനെയൊക്കെ പറയാം. ദെൻ ഡിമിനിഷ്ഡ് എബിലിറ്റി ടു തിങ്ക് ഓർ കോൺസെൻട്രേറ്റ് ഓർ ഇൻഡിസിസ്നെസ്. ഒന്നെന്നു വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും കാര്യത്തെ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അതിലേക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റുക. എന്നിട്ട് ഡിസിഷൻ നമ്മുടെ സൈഡിൽ നിന്നായിരിക്കണം. അപ്പോൾ ആ ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത
സംഗതികൾ വരിക. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് അൺഇൻറ്റൻഷണൽ വെയിറ്റ് ലോസ്, വെയിറ്റ് ലൈക്ക് ഫീലിംഗ് ഓഫ് വർത്ത്ലെസ്നെസ്, ഗിൽറ്റ് അബൌട്ട് തിങ്സ് ബിയോണ്ട് ദെയർ കൺട്രോൾ. ഇത് നമ്മളത് ആലോചിക്കണേ. നമ്മുടെ കൺട്രോളിലായിരിക്കും, നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ മൂഡ് ഡിസോർഡറിനകത്ത് തെറ്റായിട്ട് കാണുന്നത്. എന്ത് ചെയ്താലും ചിലപ്പോൾ തെറ്റായിട്ട് നമ്മൾ കാണാൻ പറ്റും. ദെൻ diminished ability to think, concentrate, recurrent thoughts of death. ഞാൻ മരിച്ചു പോകും, അല്ലെ എനിക്ക് മരിക്കണം, അല്ലെ ഞാൻ മരിക്കും. ഇപ്പം എപ്പോഴും ഈ ഡിപ്രഷനകത്തുള്ളപ്പോൾ നമ്മൾ ഇവർ പറയുന്ന കാര്യങ്ങൾ തള്ളിക്കളയരുത്. കാരണം മരിക്കും മരിക്കും മരിക്കും, അല്ലെങ്കിൽ എനിക്ക് ആത്മഹത്യ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത് കേൾക്കണം. കാരണം അത് പതുക്കെ ഡിപ്രഷൻ തുടങ്ങിയിട്ട് അതിൻ്റെ മൂഡ് ഡിസോർഡറിലേക്ക് വന്ന് കുറച്ച് പതുക്കെ പതുക്കെ മൂഡ് ഡിസോർഡറിൽ നിന്ന് എനിക്ക് ജീവിക്കേണ്ട എന്നുള്ളൊരു കാര്യം പറയുക, അങ്ങനെ ആത്മഹത്യ ചെയ്യുക. പലപ്പോഴും നമ്മൾ സൂയിസൈഡിൽ ആത്മഹത്യ കാണുന്നില്ല. സൂയിസൈഡിൽ ആത്മഹത്യ ചെയ്യുന്ന 2 സ്റ്റേജാണ് നമ്മൾ സാധാരണ ഇതിൽ പറയുന്നത്. ഒന്ന് മറ്റേ ഡിപ്രഷൻ തുടങ്ങുന്ന സമയത്ത്. അപ്പോൾ 2 രീതിയിലാണ് നമ്മൾ സൂയിസൈഡിനെ കുറിച്ച് പറയുന്നത്. ഒന്ന് സൂയിസൈഡ് തുടങ്ങുന്ന സമയത്ത്, അതായത് എന്തെങ്കിലും ഡിപ്രഷനിലേക്ക് പോകുന്ന സമയത്ത്. പിന്നെ അതിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത്. ഇപ്പോൾ റിയാലിറ്റിയെ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു മടിയുണ്ടാകും ഈ മൂഡ് ഡിസോർഡർ ഉള്ള ആൾക്കാർക്ക്. അഡീഷണൽ ഡിഫൈനിങ് ക്രൈറ്റീരിയ ഫോർ ഡിപ്രസീവ് ഡിസോർഡർ. ഇത് മാത്രം നമ്മൾ പറഞ്ഞത് കൊണ്ട് ഇതാകില്ല. വേറെ എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാകുന്നത് സൈക്കോട്ടിക് ഫീച്ചേഴ്സ്? ഒന്ന് സൈക്കോട്ടിക് ഫീച്ചേഴ്സ്, ചിലപ്പോൾ ഡിലൂഷൻ ഉണ്ടാകാം, ചിലപ്പോൾ ഹാലൂസിനേഷൻ ഉണ്ടാകാം. ഈ സൈക്കോട്ടിക് ഫീച്ചേഴ്സും ന്യൂറോട്ടിക് ഫീച്ചേഴ്സും തമ്മിൽ മനസ്സിലാക്കണം. ഈ സൈക്കോട്ടിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ദ സൈക്കോട്ടിക്സ് ബിൽഡിംഗ് കാസിൽസ് ഇൻ ദ എയർ. അവർ ശൂന്യതയിൽ എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾക്കകത്തൊക്കെ യാതൊരു റിലവൻറ്റും ആയിരിക്കണമെന്ന് നിർബന്ധമില്ല പലപ്പോഴും. അപ്പോൾ സൈക്കോട്ടിക് ഫീച്ചേഴ്സ് കാണിക്കും ചിലർ. ഇപ്പോൾ ഡിപ്രഷൻ കൂടുമ്പോഴും നമ്മളൊക്കെ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ, അതായത് നമ്മൾ ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുക, അല്ലെ ബന്ധമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ദെൻ ആങ്ഷ്യസ് ഡിസ്ട്രസ് ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിലും എന്തെങ്കിലും ആങ്സൈറ്റി ഉണ്ടോ, എന്തെങ്കിലും നടക്കുമോ, എന്തെങ്കിലും ഇത് ശരിയാകുമോ, അത് ശരിയാണോ, ഇല്ലെങ്കിൽ ഇത് സംഭവിക്കും, എന്തെങ്കിലും സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. ദാറ്റ് ഈസ് ആങ്ഷ്യസ് ഡിസ്ട്രസ് ഫീച്ചേഴ്സ്. ഇതൊക്കെ ഡിപ്രഷനകത്തുള്ള സംഗതികളാണ്. ദെൻ മിക്സഡ് ഫീച്ചേഴ്സ്, ഇത് പലതും മിക്സ് ചെയ്യാം, ഒരു കാര്യം മാത്രമല്ല പല കാര്യങ്ങൾ ചെയ്യാം. ദെൻ മെലങ്കോളിക് ഫീച്ചേഴ്സ്, കാരണം പർട്ടിക്കുലറായിട്ടൊരു സംഗതി വന്ന് നമ്മളെ ക്ലിയറായിട്ട് നമ്മളത് ബുദ്ധിമുട്ടിക്കുക. ദെൻ എറ്റിപ്പിക്കൽ ഫീച്ചേഴ്സ്, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലാത്ത വേറെ കുറേ കാര്യം, കോമൺ ആയിട്ട് കുറേ കാര്യങ്ങളുണ്ടാകാം. ദെൻ പോസ്റ്റ്മോർട്ടം ഓൺസെറ്റ് സ്പെസിഫയർ. പോസ്റ്റ്മോർട്ടം എന്തെങ്കിലും ഒരു സംഗതി നമ്മുടെ ജീവിതത്തിലുണ്ടായി, നമ്മുടെ വീട്ടിലുണ്ടായി, അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാകുന്നതാണ് പോസ്റ്റ്മോർട്ടം ഓൺസെറ്റ് സ്പെസിഫൈ. ദെൻ സീസണൽ പാറ്റേൺ ഫീച്ചേഴ്സ്. സീസണൽ പാറ്റേൺ ഫീച്ചേഴ്സ് എപ്പോഴും നോക്കുക, അത് ഇടവിട്ട് ഗ്യാപ്പിട്ടായിരിക്കും വരുന്നത്. ഈ വർഷം വന്നു, അടുത്ത വർഷം ഇതേ സമയത്ത് വന്നു, ചിലപ്പോൾ മാസത്തിലൊന്നാകാം, ചിലപ്പോൾ വർഷത്തിലൊന്നാകും, ചിലപ്പോൾ വർഷത്തിൽ പല ടൈപ്പ് സമയത്തായിരിക്കും വരുന്നത്. അപ്പോൾ സീസണൽ പാറ്റേൺ ഫീച്ചേഴ്സാണ്. അപ്പം ഏത് സീസൺ അനുസരിച്ചാണോ അല്ലെങ്കിൽ ഇതിൻ്റെ അനുസരിച്ചാണോ നമ്മൾ എന്ന് വെച്ചാൽ സാഹചര്യങ്ങളനുസരിച്ച് വരിക എന്നുള്ളതാണ്. ഇത് ഒന്നുകൂടെ ഇത് പറയാം. സൈക്കോട്ടിക് ഫീച്ചേഴ്സ്, അതായത് സൈക്കോട്ടിക്സ് പറഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞത് ബിൽഡിംഗ് കാസിൽസ് ഇൻ ദ എയർ. അവർ ശൂന്യതയിലാണ്, അവർ യാഥാർത്ഥ്യത്തിൽ ജീവിക്കുന്ന ആളല്ല. അപ്പോൾ യുങ്ങിൻ്റെ തിയറിക്കകത്തുണ്ട് ഇൻട്രോവേർട്ട് ആൻഡ് എക്സ്ട്രോവേർട്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അല്ല, ഐസങ്ങിനകത്ത് ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്, സൈക്കോട്ടിസം, ന്യൂറോട്ടിസം, അത്ര വ്യക്തമായിട്ട്. അപ്പം നിങ്ങൾ ഇത് നോക്കണം. ഏത് ഡിസോർഡറിനെ കുറിച്ച് നമ്മൾ നോക്കുന്നതിന് മുമ്പും ഇങ്ങനെയുള്ള എന്താണ് സൈക്കോട്ടിസം, എന്താണ് ന്യൂറോട്ടിസം, എന്താണ് ലോബ്, ഏതൊക്കെ ലോബ് എങ്ങനെയൊക്കെ ഫങ്ഷൻ ചെയ്യുന്നു, ലോബിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബ്രെയിൻ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നു, ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. കാരണം മനസ്സിലാക്കി വെക്കണം എന്ന് പറഞ്ഞാൽ അപ്പോഴായിരിക്കും ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ കൂടുതൽ. നമ്മുടെ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, പോസ്റ്റ്മോർട്ടം ഓൺസെറ്റ് സ്പെസിഫയർ അല്ലെ സീസണൽ പാറ്റേൺ ഫീച്ചേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഇത് കാണുമ്പോഴാണ് അറിയുന്നത്. അല്ലെങ്കിൽ സൈക്കോട്ടിക് ഫീച്ചേഴ്സ് എന്താ, ന്യൂറോട്ടിക് ഫീച്ചേഴ്സ്, സൈക്കോട്ടിസം ന്യൂറോട്ടിസം തമ്മിലുള്ള വ്യത്യാസം അറിയില്ലെങ്കിൽ അതും മനസ്സിലാക്കുകയല്ല. ദെൻ കാറ്ററ്റോണിക്. ഇത് കാറ്ററ്റോണിക് സ്റ്റൂപ്പേഴ്സ് എന്ന് പറയുന്നത് പലയിടത്തും കാണാത്തതാണ്, വളരെ റെയറായിട്ട് കാണുന്നതാണ്.
കാറ്ററ്റോണിക് ഡിപ്രഷൻ, കാറ്ററ്റോണിക് സ്റ്റൂപ്പർ. സാധാരണ നമ്മൾ സ്കിസോഫ്രീനിയയിലെ കാറ്ററ്റോണിക് സ്റ്റൂപ്പറിനെ കാണാം. കാറ്ററ്റോണിക് സ്റ്റൂപ്പർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പൊസിഷനിൽ, ഇപ്പം കൈ ഇങ്ങനെ വെച്ചു, അതങ്ങനെ തന്നെ ഇരിക്കും. കൈ വളച്ചു വെച്ചു, അതങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ ഇതാണ് കാറ്ററ്റോണിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ആ ഡിപ്രഷൻ കൂടിയിട്ടുണ്ടാകുന്ന കുറേ സംഗതികളാണ് കാറ്ററ്റോണിക് സ്റ്റൂപ്പേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഒന്നുകൂടെ ആദ്യം പോലെ ഒന്ന് നോക്കി വരാം. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, OCD, സെപ്പറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഭയം. അപ്പോൾ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ പറയുമ്പോൾ ഇത് വ്യക്തമായിട്ട് നമ്മൾ ഓരോന്ന് കാര്യങ്ങളും പറയണം എന്തൊക്കെയാണ്. കാരണം സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ചോദിക്കാറുണ്ട്. പിന്നെ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ നിങ്ങൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക്, ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോഴേക്ക് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ നമ്മൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കുക, ഏത് ടൈപ്പ് ഓഫ് ഒബ്സഷൻ ആണോ ഉള്ളത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മളെ ഇതിനെ ബാധിക്കുക എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ പറയും ഫസ്റ്റ് വൺ ഇത് ഹോർഡിങ് ഡിസോർഡർ. അതായത് ഇത് എന്താണ് ഈ പലപ്പോഴും ഈ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഞാൻ എടുത്ത് പറയുന്നത് അങ്ങനെ എല്ലാവരുടെയും ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഞാനങ്ങനെ കൈയൊന്നും കഴുകാറില്ല. അപ്പം ഞാൻ പറയും കൈ കഴുകുന്നത് ഒരു ലക്ഷണം മാത്രമാണ്, അല്ല ഞാൻ അധികം വെള്ളം യൂസ് ചെയ്യാറില്ല. അതൊന്നും നമുക്ക് പ്രശ്നമല്ല. കാരണം നമ്മൾ ചോദിച്ച് ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ ചോദിച്ച് എന്താണ് എങ്ങനെയാണ് എന്ന് പറയും. OCD എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള OCDകളാണ്. അതിനകത്തൊന്ന് പറയാം ഹോർഡിങ് ഡിസോർഡർ, ഏതെങ്കിലും സാധനത്തോട് നമ്മൾ വേർപിരിയാനുള്ള പഴയ സാധനങ്ങൾ. ഇപ്പോൾ ചില വീട്ടിലൊക്കെ ഇങ്ങനെ പഴയ സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന കാണാം. എന്താ വെച്ചാൽ അത് അച്ഛൻ സമ്മതിക്കല്ലോ കൊടുക്കാൻ, അല്ലെങ്കിൽ അപ്പം സമ്മതിക്കല്ലോ കൊടുക്കാൻ എന്ന് പറയും. കാരണം അതൊരു സെപ്പറേഷൻ ആങ്സൈറ്റി കൊണ്ടുള്ളതാണ്. ദെൻ എക്സോഷൻ, സ്കിൻ പിക്കിംഗ് ഡിസോർഡർ, തൊലി പറിക്കുക, ഇങ്ങനെയുള്ള സ്വഭാവങ്ങളുള്ളതാക്കണം. എക്സ്ക്യൂസ് മീ. ഏതെങ്കിലും നമ്മുടെ സ്കിന്നൊക്കെ പിച്ച് പറിച്ച് വെക്കുക, ഞെക്കി പൊട്ടിക്കുക, അങ്ങനെയാണ് സ്കിൻ പിക്കിംഗ് ഡിസോർഡർ. ദെൻ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ, ഇത് സാധാരണ ഇതിൽ പെൺകുട്ടികളാണ് കാണുന്നത്, എല്ലാവരും കാണാറുണ്ട്. സാധാരണഗതി നമുക്ക് പെൺകുട്ടികൾക്ക് കുറച്ച് കൂടുതലായിട്ട് കാണുന്നത് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ. കാരണം ഞാൻ ശരിയായിട്ടില്ല, കാണാൻ കൊള്ളുകയില്ല, എനിക്ക് അതില്ല, പൊക്കമില്ല, എനിക്ക് വണ്ണമില്ല, സംസാരിക്കാൻ പറ്റും, പല കാര്യങ്ങളും അങ്ങനെ ഉണ്ട്. അങ്ങനെയുള്ളതാണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിനകത്ത് നമ്മൾ പെടുത്തുക. കാരണം ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ. ദെൻ ട്രിക്കോറ്റിലോമാനിയ, അതായത് കമ്പൽസീവ് ഹെയർ പിക്കിംഗ്, മുടിയിൽ നിന്ന് ഇങ്ങനെ മുടി ഇങ്ങനെ വലിച്ചെടുക്കുക. മുടിയാണ് കൂടുതൽ കാര്യം ചെയ്യുക, മുടിയിൽ നിന്നാണ് കൂടുതൽ വലിക്കുക. അപ്പോൾ ദാറ്റ് ഇസ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിൻ്റെ പലതരത്തിലുള്ള OCD ഉണ്ട്. ഹോർഡിങ് ഡിസോർഡർ ഉണ്ട്, എക്സോറിയേഷൻ ഉണ്ട്, ബോഡി ഡിസ്മോർഫിക് ഉണ്ട്, ട്രിക്കോറ്റിലോമാനിയ, അതാണ് കമ്പൽസീവ് ഹെയർ പിക്കിംഗ്. ആൻഡ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും OCD എന്ന് പറയുന്ന ഒരു കോമൺ ആയിട്ട് നമ്മൾ പലപ്പോഴും കാണാറുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത്. ഞാൻ കൂടുതൽ എടുക്കുകയും ചെയ്യുന്നത് എക്സ്പോഷർ തെറാപ്പി. ഇത് എക്സ്പോഷർ തെറാപ്പി OCDക്ക് മാത്രമല്ല, ഫോബിയൊക്കെയാണ് നമ്മൾ സാധാരണ എക്സ്പോഷർ തെറാപ്പി ഓർ ആങ്സൈറ്റിക്ക്. ഫോബിയ ഓർ ആങ്സൈറ്റിയാണ് ഈ എക്സ്പോഷർ തെറാപ്പി നമ്മൾ എടുക്കുക. ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ് എക്സ്പോഷർ തെറാപ്പി, അതെങ്ങനെ ചെയ്യണം എന്നുള്ള പറഞ്ഞിരുന്നു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്തിനാണോ നമുക്ക് പ്രശ്നമുള്ളത് അതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുക എക്സ്പോഷർ തെറാപ്പി. ദെൻ ഇൻ്റഗ്രേറ്റീവ് ടെക്നിക്സ്, പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു, അതിൽ നിന്ന് ക്രോഡീകരിച്ച് നമ്മൾ ഒരിതായിട്ട് നമ്മൾ ചെയ്യുന്നു. ഓരോരോ കാര്യങ്ങൾ ഓരോ സമയത്ത് ഓരോന്ന് ചെയ്തിട്ട് അതിനെ വളർത്തിക്കൊണ്ട് വരുന്നു, അതിനെ മാറ്റിക്കൊണ്ട് ആ പേടിയോ ഇങ്ങനെയുള്ളതിനെ നമ്മൾ മാറ്റുന്നു. ദാറ്റ് ഇസ് കോൾഡ് ഇൻ്റഗ്രേറ്റീവ് ടെക്നിക്. എല്ലാം പലത് കൂടിയിട്ട് ചെയ്യുന്നതാണ്. ദെൻ മോഡലിംഗ്, അടുത്ത മോഡൽ ചെയ്യുക. ഏത് മോഡൽ? അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു ഹീറോയെ പോലെ വേഷം കെട്ടി നടത്തുക, അങ്ങനെ ചെയ്യുക, അതൊക്കെയാണ് മോഡലിംഗ്. ഓർ അത് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുക. ദെൻ കോഗ്നിറ്റീവ് ബിഹേവിയർ, CBT സാധാരണ ഇത് ചെയ്യാറുണ്ട്. നമ്മുടെ പെർസെപ്ഷൻ അല്ല നമ്മുടെ തോട്ട്സ് നമ്മൾ മാറ്റിയെടുക്കുക. ദാറ്റ് ഇസ് കോൾഡ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. ദെൻ മെഡിക്കേഷൻ നോട്ട് ദ ലാസ്റ്റ് ചോയ്സ് അല്ല കേട്ടോ. ഇപ്പോഴും പറയുമ്പോൾ ഞാൻ എല്ലാവരും എന്നോടിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ് ശരിയായില്ലെങ്കിൽ മെഡിക്കേഷൻ കഴിച്ചാൽ പലപ്പോഴും ചിലപ്പോൾ കോമ്പിനേഷൻസ് ഓഫ് ട്രീറ്റ്മെൻറ്റ്, ഇൻ്റഗ്രേറ്റഡ് ടെക്നിക്കായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്.
ചിലപ്പോൾ മെഡിസിൻ, ചിലപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ യോഗ ചെയ്യുക, ചിലപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആർട്ട് ഓഫ് ലിവിങ് ചെയ്യുക. ഏത് വേണമല്ലോ, ഇന്നത് വേണമെന്നൊന്നുമില്ല. കാരണം ആ ഇൻ്റഗ്രേറ്റീവ് ടെക്നിക്കിനകത്ത് ഏത് വേണമല്ലോ ആഡ് ചെയ്യാം. ദെൻ മോഡലിങ്, ഏതെങ്കിലും ഒരു മോഡൽ ചെയ്ത് നമ്മൾ ഹീറോ വർഷിപ്പൊക്കെ പല മോഡലൊക്കെ. പിന്നെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, CBT ആണ് സാധനം ചെയ്ത്. ദെൻ മെഡിക്കേഷൻ. അപ്പോൾ മെഡിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ലാസ്റ്റ് ചോയ്സ് ആയിട്ട് വെക്കരുത്. മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ എപ്പം വേണമല്ലോ ആകും. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിവിയറിറ്റി ഓഫ് ദ പ്രോബ്ലം. ദെൻ മൂഡ് ഡിസോർഡേഴ്സ്. മൂഡ് ഡിസോർഡർ അത് നമ്മൾ പഠിക്കുന്നത് യൂണിപോളാർ മൂഡ് ഡിസോർഡർ. അത് കൂടുതലും ഈ മൂഡ് ഡിസോർഡറിനകത്ത് നമ്മൾ സാഡായിട്ടിരിക്കുന്ന സമയം, പുറത്ത് പോകാനായിട്ട് താല്പര്യമില്ലാത്ത സമയം, ആരെങ്കിലും കാണാനായിട്ട് നമുക്ക് ഇഷ്ടമല്ല, അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി സാഡ്നെസ് ഓർ ഡിപ്രഷൻ, ദാറ്റ് ഇസ് കോൾഡ് യൂണിപോളാർ മൂഡ് ഡിസോർഡർ. ദെൻ മേജർ ഡിപ്രസീവ് ഡിസോർഡർ. മേജർ ഡിപ്രസീവ് ഡിസോർഡറിൻ്റെ അതിൻ്റെ ലക്ഷണങ്ങൾ, അതിൻ്റെ കൂട്ടത്തിലുള്ള കമ്പോണൻസ് ആണ് നമ്മൾ അടുത്ത് പറയുന്നത്. ദാറ്റ് ഇസ് കോൾഡ് ഡിപ്രസ് മൂഡ് മോസ്റ്റ് ഓഫ് ദി ഡേ. അപ്പം യൂണിപോളാർ മൂഡ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ സാഡ്നെസ്സോ ഡിപ്രഷനോ ഉണ്ടാകുക. മേജർ ഡിപ്രസീവ് മൂഡ് ഡിസോർഡർ, അതിനകത്ത് പല കാറ്റഗറി ഉണ്ട്, പല കാറ്റഗറിയിലെ പല ലക്ഷണങ്ങളുണ്ട്. ഡിപ്രസീവ് മൂഡ് മോസ്റ്റ് ഓഫ് ദി ഡേ, ചിലപ്പോൾ ഒന്നും ചെയ്യാതിരിക്കാം. അതായത് സൈക്കോമോട്ടർ റിട്ടാർഡേഷൻ ഓർ അജിറ്റേഷൻ നോട്ടീസ് ബൈ അതേഴ്സ്. ഇത് മറ്റുള്ളവരാണ് ഇത് വിലയിരുത്തുന്നത്, നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. ദെൻ ഫാറ്റിഗ് ഓർ ലോസ് ഓഫ് എനർജി എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ ലോസ് ഓഫ് എനർജി. ദെൻ ഇൻസോംനിയ, സ്ലീപ്പിംഗ് ടു മച്ച് ഓർ ഹൈപ്പർസോംനിയ, ഒന്നുകിൽ കൂടുതൽ ഉറങ്ങുക അല്ലെങ്കിൽ ഒട്ടും ഉറങ്ങാതിരിക്കാം. ദെൻ മോഡ് സിഗ്നിഫിക്കൻറ്റ് അൺഇൻറ്റൻഷണൽ വെയിറ്റ് ലോസ്, നമ്മൾ വെയിറ്റ് കുറഞ്ഞു പോവുക, അതാണ് ഒരു ലക്ഷണങ്ങൾ പിന്നെ നമ്മൾ കാണിക്കുന്നത്. ദെൻ ഫീലിംഗ് ഓഫ് വർത്ത്ലെസ്നെസ് ആൻഡ് ഗിൽറ്റ് അബൌട്ട് തിങ്സ് ബിയോണ്ട് ദെയർ കൺട്രോൾ. ചില കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല, അത് ചെയ്യായിരുന്നു, തെറ്റായിപ്പോയി, അല്ലെങ്കിൽ ജീവിക്കേണ്ട, എനിക്ക് സങ്കടമായിപ്പോയി, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ദെൻ ഡിമിനിഷ്ഡ് എബിലിറ്റി ടു തിങ്ക് ഓർ കോൺസെൻട്രേറ്റ് ഓർ ഇൻഡിസിഷൻസ്. ഒന്ന് തിങ്ക് ചെയ്യുക, ഒന്ന് ആലോചിക്കുക. ദെൻ കോൺസെൻട്രേറ്റ്, ഡിമിനിഷ്, ആലോചിക്കാൻ പറ്റാതെ വരിക, കോൺസെൻട്രേഷൻ ഇല്ലാതെ വരിക, എന്തെങ്കിലും ഒരു കാര്യം മുന്നോട്ട് പോകാതിരിക്കുക. അതാണ് ഡിമിനിഷ്ഡ് എബിലിറ്റി ടു തിങ്ക് ഓഫ് കോൺസെൻട്രേറ്റ് ഓർ ഡിസിഷൻസ്, എന്തെങ്കിലും കാര്യം തീരുമാനിച്ച് ചെയ്യാൻ ഉള്ള കഴിവില്ലാതെ വരിക. ദെൻ റിക്കറൻറ്റ് തോട്ട് ഓഫ് ഡെത്ത്, മരണത്തെക്കുറിച്ച് കൂടെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പം അൺഇൻറ്റൻഷണൽ വെയിറ്റ് ലോസ് ഉണ്ടാകാം, ഫീലിംഗ് ഓഫ് എന്നെ ഒന്നിനും കൊള്ളുകയെന്നുള്ള തോന്നലുണ്ടാകാം, അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് തീരുമാനം എടുക്കാൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുക, തീരുമാനം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുക. റിക്കറൻറ്റ് തോട്ട്സ് ഓഫ് ഡെത്ത്. അഡീഷണൽ സൈക്കോട്ടിക് ഫീച്ചേഴ്സ്. അടുത്ത നമ്മൾ സൈക്കോട്ടിക് ഫീച്ചേഴ്സാണ്. സൈക്കോട്ടിക് ഫീച്ചേഴ്സ് സൈക്കോട്ടിസം ന്യൂറോട്ടിസം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. അപ്പോഴാണ് സൈക്കോട്ടിക് ഫീച്ചേഴ്സ് എന്താണെന്ന് അറിയുക. ചിലപ്പോൾ ഹാലുസിനേഷൻ ഉണ്ടാകാം, ചിലപ്പോൾ ഡിലൂഷൻ ഉണ്ടാകാം, ചിലപ്പോൾ രണ്ടും കൂടെ ചിലപ്പോൾ ഉണ്ടാകാം, ചിലപ്പോൾ ആൾക്കാരുടെ പാരനോയ്യ ഉണ്ടാകാം, ഇപ്പോൾ പാരനോയ്യ സംശയരോഗങ്ങളുണ്ടാകും, എന്നെ ആൾക്കാർ കൊല്ലാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ കൊടുക്കുന്നു, അങ്ങനെയൊക്കെ തോന്നലുകളൊക്കെ ഉണ്ടാകാം. അപ്പം സൈക്കോട്ടിക് ഫീച്ചേഴ്സ് പലതാണ്. ഇപ്പോൾ സൈക്കോട്ടിസം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കാനായിട്ട് ഐസൻ പേഴ്സണാലിറ്റി ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്, സൈക്കോട്ടിസം, ന്യൂറോട്ടിസം. അപ്പം അതിനകത്ത് നോക്കിയാൽ സൈക്കോട്ടിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റും. ആങ്ഷ്യസ് ഡിസ്ട്രെസ് ഫീച്ചേഴ്സ്. ആങ്ഷ്യസ് ആയിരിക്കും, എന്ന് വെച്ചാൽ എന്തെങ്കിലും കാര്യം ഓർത്തുകൊണ്ട് വെറുതെ ആങ്സൈറ്റി അടിച്ചിരിക്കുക. ഒരാൾ പുറത്തേക്ക് പോയി, അയ്യോ അയാൾ വരില്ലേ, എന്ത് പറ്റി, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കും, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെയായി, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതാണ് ആങ്ഷ്യസ് ഡിസ്ട്രെസ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ദെൻ മിക്സഡ് ഫീച്ചേഴ്സ്, പലത് കാണിക്കാം, ചിലപ്പോൾ സന്തോഷം കാണിക്കും. ഈ മിക്സഡ് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ, ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ആലോചിക്കും. ചിലപ്പോൾ ഈ ഡിപ്രഷൻ വന്ന ആൾക്കാർ പൊതുവേ നമ്മുടെ ഒരു കോമൺ സെൻസ് വ്യൂ എന്ന് പറയുന്നത്, ഡിപ്രഷൻ എന്ന് പറയുന്നത് ആൾക്കാരുമായിട്ട് അകന്നു പോവുക, ആൾക്കാരായിട്ട് മിണ്ടാൻ താല്പര്യം കാണിക്കാതിരിക്കും, ഒറ്റയ്ക്ക് ഇരിക്കുക, അങ്ങനെയൊക്കെയാണ്. അവർ ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഇതിനകത്ത് കാണും, ഭയങ്കര ഹാപ്പി ആയിരിക്കും, ചിലപ്പോൾ ഭയങ്കര ക്യാഷ് സ്പെൻഡിങ് ആയിരിക്കാം, ചിലപ്പോൾ കൂടുതൽ സംസാരിക്കുന്നതായിരിക്കാം. അപ്പം ഇതൊരു മിക്സഡ് ഫീച്ചേഴ്സ് വരും. അപ്പം അതൊന്ന് എന്താണെന്ന് മനസ്സിലാക്കിയെങ്കിൽ ഈ ഒരു ഡിപ്രഷൻ പറയുമ്പോഴത്തേക്ക് ഡിപ്രഷനെ കുറിച്ച് തന്നെ ഉള്ളൊരു ബുക്കുണ്ട്, ഇയാളുടെ പേര് മറന്നുപോയി, പക്ഷെ അതിനകത്ത് മുഴുവൻ ഡിപ്രഷനെ കുറിച്ച് അത്
ഓൾഡ് ഏജിലുള്ള ഡിപ്രഷൻ, അഡൽസിലുള്ള ഡിപ്രഷൻ, യങ് ഏജിലുള്ള ഡിപ്രഷൻ, മാട്രിക്സ് സ്റ്റേറ്റസിലുള്ള ഉള്ള പ്രോബ്ലംസ്, ഇങ്ങനെ എല്ലാത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് അതിനകത്ത്. അതായത് ഡിപ്രഷൻ എന്ന് പറഞ്ഞ ബുക്കിനകത്ത് ഒരു 100-200 പേജ് ഉണ്ട്. അതിനകത്ത് ഈ മിക്സഡ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ലക്ഷണങ്ങൾ, കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ മെലങ്കോളിക് ഫീച്ചേഴ്സ്, ഇങ്ങനെ ഒരു താല്പര്യമില്ലായ്മ ഉണ്ടാകുക. ദെൻ അറ്റിപ്പിക്കൽ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതൊന്നും അല്ലാത്ത കുറേ പ്രോബ്ലങ്ങൾ ചിലപ്പോൾ നമുക്കുണ്ടാകാം. ചിലപ്പോൾ മിക്സഡ് റിയാക്ഷൻ വരുമ്പോൾ അങ്ങനെ തന്നെ വരും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ടിപ്പിക്കൽ ഫീച്ചേഴ്സ്, അറ്റിപ്പിക്കൽ എന്ന് വെച്ചാൽ നമ്മൾ പറയാത്ത പല കാര്യങ്ങളും ഡിപ്രഷൻ്റെ ഫീച്ചേഴ്സ് നമുക്ക്. പിന്നെ പോസ്റ്റ്മോർട്ടം ഓൺസെറ്റ് സ്പെസിഫൈഡ്. പോസ്റ്റ്മോർട്ടം എന്ന് പറയാൻ എന്തെങ്കിലും ഡെലിവറി കഴിഞ്ഞിട്ട്, പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നതാണ് പോസ്റ്റ്മോർട്ടം ഓൺസെറ്റ് സ്പെസിഫൈഡ് എന്ന് പറയാം. ദെൻ സീസണൽ പാറ്റേൺ ഫീച്ചേഴ്സ്. ദെൻ കാറ്ററ്റോണിക് ഫീച്ചേഴ്സ് പറയാൻ വളരെ രസകരമായിട്ടുള്ള കാറ്ററ്റോണിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, കാറ്ററ്റോണിക് ഫീച്ചർ ഏതെങ്കിലും ഒരു റബ്ബർ ബോളല്ലേ, മനുഷ്യ ശരീരം റബ്ബർ ബോളൊക്കെ നിൽക്കും. ഒരു പൊസിഷനെ അവിടെ പിടിച്ചു നിന്ന് അവിടെ തന്നെ അങ്ങ് നിൽക്കും. കൈ ഇങ്ങനെ വെച്ച് അങ്ങനെ തന്നെ ചിലപ്പോൾ ചിലപ്പോൾ കാല് പൊക്കി അങ്ങനെ തന്നെ നിൽക്കും. ചിലപ്പം കമന്ന് അനങ്ങാതെ കമന്ന് കിടക്കുക, ഒരനക്കം ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ഇത് കാണിക്കുന്നതാണ് കാറ്ററ്റോണിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഓടിയിട്ട് തീർക്കാം. ഇത് നമ്മൾ പെട്ടെന്ന് പോവുകയാണ്. ഒബ്സഷൻ ഉണ്ട്, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. ഏത് തരത്തിലുള്ള ഒബ്സഷൻ ഉണ്ട്? ഹോർഡിങ് ഡിസോർഡർ ഉണ്ട്, ഹോർഡിങ് സപ്രഷൻ ആണ്. പിന്നെ സ്കിൻ പിക്കിംഗ് ഉണ്ട്, ബോഡി ഡിസ്മോർഫിക് ഉണ്ട്, ട്രിച്ചോട്ടിലോമാനിയ എന്ന് വെച്ചാൽ കമ്പൽസീവ് ഹെയർ പുള്ളിങ്, മുടി വലിച്ചു പറിച്ചെടുക്കുക, അങ്ങനെയുള്ളതാണ്. ഇതിന് ട്രീറ്റ്മെൻറ്റിലേക്ക് എക്സ്പോഷർ തെറാപ്പി കൂടുതലായിട്ട് നമ്മൾ എക്സ്പോഷർ തെറാപ്പി ഫോബിയക്കൊക്കെയാണ് നമ്മൾ എക്സ്പോഷർ തെറാപ്പി നമ്മൾ ചെയ്യുക. ഫോബിയക്കൊക്കെ ഈ OCDയും ട്രീറ്റ്മെൻറ്റും അത് കാര്യങ്ങൾ സാറിന് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഒബ്സഷൻ ഒന്ന് നോക്കി ഇത് വെക്കണം. അതിനകത്ത് തന്നെ ആങ്സൈറ്റിയും പാനിക് ഡിസോർഡേഴ്സിനെയൊക്കെ കുറിച്ച് പറഞ്ഞ് അത് നോക്കി നിൽക്കുക, അതൊന്ന് നോക്കി വെക്കുക. ദെൻ ട്രീറ്റ്മെൻറ്റ് ഇൻ്റഗ്രേറ്റീവ് ടെക്നിക്, ദെൻ മോഡലിംഗ്, ദെൻ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, മെഡിക്കേഷൻ. മിക്സഡ് മൂഡ് ഡിസോർഡേഴ്സ്, സൂയിസൈഡ് മൂഡ് ഡിസോർഡേഴ്സ് 2 തരത്തിൽ യൂണിപോളർ മൂഡ് ഡിസോർഡർ ഉണ്ട്. എക്സസീവ് എക്സ്ട്രാordinary സാഡ്നെസ് ഓർ ഡിപ്രഷൻ. ഏറ്റവും കൂടുതൽ പെട്ടെന്ന് തോന്നുന്നതാണ് യൂണിപോളറാണ് സാധാരണഗതി നമ്മൾ കാണുന്ന കേസുകളൊക്കെ യൂണിപോളർ കേസസ് ആണ് വരുന്നത്. ദെൻ മേജർ ഡിപ്രസീവ് മൂഡ് ഡിസോർഡർ. ഇതിനകത്ത് എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ നോക്കുക? ഡിപ്രഷൻ, മൂഡ് ഓൾമോസ്റ്റ് ഓഫ് ദ ഡേ. ഈ മേജർ ഡിപ്രസീവ് ഡിസോർഡർ എപ്പോഴും നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് മാത്രമല്ല, ഇത് ഈ രോഗത്തെക്കുറിച്ച് കാണുമ്പോൾ അറിയാനായിട്ടുള്ള ഒരിത് കൊണ്ട് പലപ്പോഴും ഇത് മാത്രമായിരിക്കുകയല്ല ലക്ഷണങ്ങൾ, പക്ഷേ ഇത് കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണങ്ങൾ മാത്രമാണ് പറയുന്നത്. ഡിപ്രഷൻ, മൂഡ് ഓൾമോസ്റ്റ് ഓൾ ദ ഡേ, ലോസ് ഓഫ് പ്ലഷർ, എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ളത്, സൈക്കോമോഷൻ, അജിറ്റേഷൻ നോട്ടീസ് ബൈ അതേഴ്സ്, കാരണം ഒന്നും ചെയ്യാതിരിക്കുക, വളരെ അജിറ്റേഷൻ ആയിട്ടിരിക്കുക, ഇതാണ് സൈക്കോമോട്ടോർ ട്രഡീഷണൽ അജിറ്റേഷൻ നോട്ടീസ് ബൈ അതേഴ്സ്. ഇത് അജിറ്റേഷൻ നമ്മളായിരിക്കുകയല്ല, ചെയ്യുന്ന ആൾക്കാർക്കോ മറ്റുള്ളവർക്കോ വേറെ ആൾ നോക്കുമ്പോഴായിരിക്കും ഈ അജിറ്റേഷൻ സൈക്കോമോട്ടോർ റിട്ടാർഡേഷനും കണ്ടുപിടിക്കുന്നത്. ദെൻ ഫാറ്റിഗ്, ലോസ് ഓഫ് എനർജി, ഒന്നും ചെയ്യാൻ തോന്നാത്തൊരു ഭാഷ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെയ്യണമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത തോന്നുന്നതാണ് ലോസ് ഓഫ് എനർജി ഓർ ഫാറ്റിഗ്. ദെൻ ഇൻസോമാനിയ ഓർ സ്ലീപ്പിംഗ് ടു മച്ച്. എല്ലാവരും പറയുന്നുണ്ട് ഉറക്കം, ഡിപ്രഷൻ കൊണ്ട് ഉറക്കം വരുന്നില്ല, ഡിപ്രഷൻ കൊണ്ട് ഉറക്കം കൂടി എന്ന് പറഞ്ഞ്. ഇത് എന്ത് വേണമെങ്കിലും ആകാം. ഡിപ്രഷൻ സാധാരണഗതി എല്ലാവരും ഉറക്കം കൂടിയെന്നാണ് പറയാറുള്ളത്. ഈ ഡിപ്രഷൻ വരുമ്പോഴത്തേക്ക് ഡിപ്രഷൻ ഇല്ലാത്ത കേസും ഉറക്കമില്ലാത്ത കേസും ഡിസോർഡറിനകത്ത് കാണാം. ഇത് ഇൻറ്റൻഷണൽ വെയിറ്റ് ലോസ്, നമ്മൾ ഓർക്കാതെ നമ്മുടെ വെയിറ്റ് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. ദെൻ ഫീലിംഗ് ഓഫ് വർത്ത്ലെസ്നെസ് ആൻഡ് ഗിൽറ്റ് അബൌട്ട് തിങ്സ് ബിയോണ്ട് ദെയർ കൺട്രോൾ, നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള കുറ്റബോധങ്ങൾ ഉണ്ടാകുക, എന്നെ ഒന്നിനും കൊള്ളുകയില്ല എന്നുള്ള തോന്നലുകൾ ഉണ്ടാകുക, ഒന്നെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുകയില്ല, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ വരിക, അതിന് ഡിപ്രഷനാണ്. കറന്റ് തോട്ട്സ് ഓഫ് ഡെത്ത്, റിക്കറൻറ്റ് തോട്ട്സ് ഓഫ് ഡെത്ത്. റിക്കറൻറ്റ് തോട്ട്സ് കൂടെ ആത്മഹത്യ ചെയ്യണം, ജീവിക്കുകയില്ല എന്നുള്ള തോന്നല. ദെൻ അഡീഷണൽ ഫീച്ചേഴ്സ്, സൈക്കോട്ടിക് ഫീച്ചേഴ്സ്, ദെൻ ആങ്ഷ്യസ് ഡിസ്ട്രസ് ഫീച്ചേഴ്സ്, ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഉത്കണ്ഠ ഉണ്ടാകുക,
ദെൻ മിക്സഡ് ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ പല ഇത് ഒരെണ്ണം മാത്രമല്ല പല കാര്യങ്ങളാണ് മിക്സഡ് ഫീച്ചേഴ്സ്. ദെൻ മെലങ്കോണിക് ആൻഡ് അറ്റിപ്പിക്കൽ ഫീച്ചേഴ്സ്. ദെൻ പോസ്റ്റ്മോർട്ടം ഓൺസെറ്റ് സ്പെസിഫയർ, സീസണൽ പാറ്റേൺ ഫീച്ചേഴ്സ് ആൻഡ് കാറ്ററ്റോണിക് ഫീച്ചേഴ്സ്. ഈ കാറ്ററ്റോണിക് ഫീച്ചേഴ്സ് ആണ് കാണാൻ അധികം അങ്ങനെ നമ്മൾ ഇതിനകത്ത് കാണാത്തതെന്ന് വെച്ചാൽ കൂടുതലും പേഷ്യൻസ് കാറ്ററ്റോണിക് സ്റ്റിഫായിട്ട് നമ്മൾ കാണാറില്ല. പക്ഷെ കാണേണ്ട കേസുകൾ എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ 1-2 കാറ്ററ്റോണിക് ഫീച്ചേഴ്സിൻ്റെ ഭയങ്കര രസങ്ങളാണ്. അതിലിപ്പം കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കും, എത്ര നേരം വേണമെങ്കിലും നിൽക്കും. നമ്മൾ കൈ എങ്ങനെ പൊക്കി വെക്കുക, അവിടെ തന്നെ നിൽക്കും, താഴോട്ട് ഇടുകയല്ല. ചിലപ്പോൾ നമ്മൾ കുനിഞ്ഞ് നിർത്തിയിരിക്കുക, കുനിഞ്ഞ് തന്നെ നിൽക്കും. ചിലപ്പം നമ്മളേതെങ്കിലും കാല് ഏതെങ്കിലും ഒരു പൊസിഷൻ, ആ പൊസിഷനിൽ നിൽക്കും. കാറ്ററ്റോണിക് സ്റ്റിഫ് എന്ന് വെച്ചാൽ അനക്കമില്ലാതെ അങ്ങനെ ആ ഒരു പർട്ടിക്കുലർ രീതിക്കാണ് കാറ്ററ്റോണിക് സ്റ്റിഫേഴ്സ് എന്ന് പറയുന്നത്. ഈ അഡീഷണൽ ഫീച്ചേഴ്സോടെ നമ്മളൊന്ന് മനസ്സിലിരിക്കണം. കാരണം ഈ സൈക്കോളജിക്കൽ ഡിസോർഡർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതിനകത്ത് ഏതൊക്കെ ടൈപ്പ് ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മൂഡ് ഡിസോർഡർ, ബൈപ്പോളാർ മൂഡ് ഡിസോർഡർ 1 ആണ്. യൂണിപോളാർ മൂഡ് ഡിസോർഡറിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബൈപ്പോളാർ മൂഡ് ഡിസോർഡർ 2, ഇതിനകത്ത് മാനിക് എപ്പിസോഡാണ് കൂടുതലാണ്. മാനിക് എപ്പിസോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നേരത്തെ വരും, ഭയങ്കര ഡിപ്രഷൻ കൂടുതൽ വരിക. ബൈപ്പോളാർ മൂഡ് ഡിസോർഡർ വരുമ്പോൾ അതിനകത്ത് ഗ്രാൻഡിയോസിറ്റി ഉണ്ട്, ഇൻക്രീസ് നീഡ് ഫോർ ഹെഡ് സ്ലീപ്പ്, കൂടുതൽ ഉറങ്ങാനുള്ള സ്വഭാവമാണ് ഉണ്ടാകുക. അവിടെ മറ്റേതിനകത്ത് ഉറക്കം ഉണ്ടാകണം നിർത്തുന്നില്ല, ഇതിനകത്ത് ഉറക്കം പോരാ, ഡിഗ്രീസ് ചെയ്യുക, ഉറക്കം കുറയുക. ഇപ്പം മൂഡ് ഡിസോർഡറിനകത്ത് മാനിക് എപ്പിസോഡിനകത്തുണ്ട് ഗ്രാൻഡിയോസിറ്റി, ഡിഗ്രീസ് നീഡ് ഫോർ സ്ലീപ്പ്, മോർ ടോക്കേറ്റീവ് ദാൻ യൂഷ്വൽ ഓർ പ്രഷർ ടു കീപ് ടോക്കിംഗ്. ഒന്നെങ്കിൽ നല്ലപോലെ സംസാരിക്കുക, അല്ലെങ്കിൽ ഒട്ടും സംസാരിക്കാനായിട്ട് താല്പര്യമില്ലാതെ വരിക. ദെൻ ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ്, മാറി പോകും, ഒരു കാര്യത്തിൽ ചിന്തിക്കാതെ പല കാര്യത്തിലേക്കും നമുക്ക് മാറി പോവുക. ദെൻ ഡിസ്ട്രാക്റ്റബിലിറ്റി, ഒന്ന് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും, ഒരു കാര്യത്തിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക. ദെൻ ഇൻക്രീസ് ഓർ ഗോൾ ഡയറക്റ്റഡ് ആക്ടിവിറ്റി ഓർ സൈക്കോമോട്ടർ അജിറ്റേഷൻ, ഒന്നെങ്കിൽ ഒരു ഇൻക്രീസ് ഗോൾ ഡയറക്റ്റഡ് ആക്ടിവിറ്റി, അങ്ങനെ ഏതെങ്കിലും ഒരു ഗോൾ എന്ന് പറഞ്ഞ് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുക, പക്ഷെ അതിലേക്ക് ഒന്നിനും എത്താൻ വരും. ഇപ്പം ബൈപ്പോളാർ മൂഡ് ഡിസോർഡറിനകത്ത് മാനിക് എപ്പിസോഡ്, നമ്മൾ മറ്റേ പഴയ ഡിപ്രസീവ് ആയിരുന്നു, ഇത് മാനിക് എപ്പിസോഡാണ്. അപ്പം ഗ്രാൻഡിയോസിറ്റി ഉണ്ടാവും, ഡിഗ്രീസ് നീഡ് ഫോർ സ്ലീപ്പ്, ഉറക്കം കുറയുക, ടോക്കേറ്റീവ് ദാൻ യൂഷ്വൽ, പ്രഷർ ടു കീപ് ടോക്കിംഗ്, ഒന്നാമത് ഇങ്ങനെ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ്, ഒരെണ്ണത്തിൽ നിന്ന് വേറൊന്നിലേക്ക് മാറി പോവുക. ദെൻ ഡിസ്ട്രാക്റ്റബിലിറ്റി, പെട്ടെന്ന് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകുക. ദെൻ ഇൻക്രീസ് ഗോൾ ഡയറക്റ്റഡ് ആക്ടിവിറ്റി ഓർ സൈക്കോമോട്ടർ അജിറ്റേഷൻ, കാരണം എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള താല്പര്യങ്ങൾ കുറയുക. ദെൻ എക്സസീവ് ഇൻവോൾവ്മെന്റ് ഇൻ പ്ലഷറബിൾ ആക്ടിവിറ്റീസ് ദാറ്റ് ഹാവ് എ ഹൈ പൊട്ടൻഷ്യൽ ഫോർ പെയിൻഫുൾ കോൺസിക്വൻസസ്, എന്തെങ്കിലും ചെയ്യാനായിട്ടും ഈ ആയിരിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും വന്നോട്ടെ എന്ന് വെച്ച് ചെയ്യാനുള്ളൊരു സ്വഭാവം അവർക്ക് കൂടുതലാണ്, എക്സസീവ് ഇൻവോൾവ്മെന്റ് ഉണ്ടാകുക. ഇതാണ് ബൈപ്പോളാർ മൂഡ് ഡിസോർഡറിൻ്റെ ഉള്ളത്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ബൈപ്പോളാർ മൂഡ് ഡിസോർഡർ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കുന്നതായിരിക്കാം. അപ്പം ഇന്ന് നമ്മൾ തുടങ്ങിയത് മൂഡ് ഡിസോർഡറാണ് തുടങ്ങി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്, നാളത്തെ ക്ലാസ്സിൽ.